My God is so great, so strong and so mighty, there's nothing my God cannot do. My God is so great, so strong and so mighty, there's nothing my God cannot do. The mountains are His, the rivers are His, the stars are His handiwork too. The mountains are His, the rivers are His, the stars are His handiwork too. My God is so great, so strong and so mighty, there's nothing my God cannot do. There's nothing my God cannot do. Good afternoon, ma'am. Very nice. Thank you, ma'am. Okay, so ma'am. yes, please. I have no special talent. I am only passionately curious. Albert Einstein. സൈനിങ് ഞാനാണ് റോഷ്ന. ഞാൻ ഇന്നൊരു ആക്ഷൻ സോങ് ആണ്. നമുക്കിന്നൊരു ആക്ഷൻ സോങ് ആയാലും നമുക്ക് എത്ര ഹാൻഡ് ഉണ്ട്? 2. നമുക്ക് എത്ര ഫിംഗർ ഉണ്ട്? 10. നമുക്ക് ഒരു ഫിംഗറിൽ നമുക്ക് ഒരു ഹാൻഡിൽ എത്ര ഫിംഗർ ഉണ്ടെന്ന് നോക്കിയാലോ. ഹൗ മെനി ഫിംഗർ ഓൺ വൺ ഹാൻഡ്? ഹൗ മെനി ഫിംഗർ ഓൺ വൺ ഹാൻഡ്? ഹൗ മെനി ഫിംഗർ ഓൺ വൺ ഹാൻഡ്? ലെറ്റ്സ് ആൾ കൗണ്ട് ടുഗദർ. 1 2 3 4 5. നമുക്ക് ഇനി 2 ഹാൻഡിൽ എത്ര ഫിംഗർ ഉണ്ടെന്ന് നോക്കിയാലോ. How many finger on 2 hand? How many finger on 2 hand? How many finger on 2 hand? Let's all count together. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. Clap, clap, clap your hands. Clap, clap, clap your hands. Clap, clap, clap your hands. Clap your hands with me. Thank you. ഞാൻ 11 ബാച്ചിൽ തന്നെയാണോ? എനിക്ക് സംശയം. എല്ലാരും വളരെ ആക്റ്റീവായി വരുന്നുണ്ടല്ലോ. കുറെ പേര് കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്തു. കുറെ പേരൊന്നും കാണുന്നില്ലല്ലോ. കേറാറുണ്ടായിരുന്നു കുറെ പേര്. ഓരോരുത്തർക്കും ചിലർക്കൊക്കെ ഹോസ്പിറ്റൽ കേസ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ചിലർ ജോലിക്ക് പോകുന്നുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു യൂട്യൂബ് ബ്ലോഗർ ഉണ്ടായിരുന്നു, ശ്രീലക്ഷ്മിയോ? ശ്രീലക്ഷ്മിയുടെ മദറിൻലോ ഹാർട്ട് പേഷ്യന്റ്. അപ്പൊ കുറച്ച് ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുക. ശ്രീലക്ഷ്മി അവിടെയാ. അവിടെ നെറ്റ് പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു. അതാ. ഓക്കെ ഫൈൻ. നിങ്ങൾക്ക് എക്സാം ഡേറ്റ് ഒക്കെ കിട്ടിയോ? കിട്ടി മാം. കിട്ടി മാം. അതിന്റെ ടെൻഷനില്ല. എന്തിനു ടെൻഷൻ? അതൊന്നാമത് റെക്കോർഡ് ക്ലാസ്സുകളാണ് ഞാൻ കൂടുതൽ. ഞാൻ ഇപ്പോഴാണ് കുറച്ച് ലൈവ് ക്ലാസ്സിൽ കയറാൻ തുടങ്ങി. ക്ലാസ്സുകൾ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്നുള്ളൂ. അതിന്റെ ഒരു ടെൻഷൻ ഉണ്ട്. നിങ്ങൾക്ക് 50 ക്വസ്റ്റ്യൻ ആയിരിക്കും. അതിൽ 10 ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് ആയിരിക്കും. ബാക്കി 40 എണ്ണമാണ് പാർട്ട് 1 2 നിന്നും ചോദിക്കുന്നത് കേട്ടോ. ഞാൻ എക്സാം ടൈം ടേബിൾ ആണ് നോക്കുവായിരുന്നു. പാർട്ട് 2 1-2 മോക്ക് ടെസ്റ്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലല്ലോ മാം. ഏതൊക്കെയാ ഒന്ന് പറയാം? മാമിന്റെ ഇപ്പൊ സൈക്കോളജി കഴിഞ്ഞല്ലേ ഉള്ളൂ. സൈക്കോളജി, എഡ്യൂക്കേഷണൽ സൈക്കോളജി. പിന്നെ അപർണ മിസ്സിന്റെ ഉണ്ട് ഒരെണ്ണം, സോഷ്യൽ ഇമോഷണൽ ഡെവലപ്മെന്റ്. പിന്നെ നീഡ്സ്. അതൊക്കെ എടുത്തു കഴിഞ്ഞ ചാപ്റ്റർ ആണോ ഈ സോഷ്യൽ ഇമോഷണൽ ഡെവലപ്മെന്റ്? അതെ അതെ. കഴിഞ്ഞ ദിവസം ഇങ്ങനെ മാം എക്സാം ഡേറ്റിന് മുമ്പ് ഇങ്ങനെ പറഞ്ഞായിരുന്നു ഒന്ന് നോക്കി വെച്ചേക്കാൻ. അപ്പൊ നോക്കിയതായിരുന്നു. പാർട്ട് 2 ആണ് സൈക്കോളജി, എഡ്യൂക്കേഷൻ സൈക്കോളജി, സോഷ്യൽ ഇമോഷണൽ ഡെവലപ്മെന്റ്, ലാംഗ്വേജ് ഡെവലപ്മെന്റ്, നീഡ്സ്. ലാംഗ്വേജ് ഡെവലപ്മെന്റ് കിട്ടിയിട്ടില്ല അല്ലെ? ഇല്ല, നീഡ്സും.
സോഷ്യൽ ഇമോഷൻ. ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആരാ എടുത്തേ? അശ്വതി മിസ്. നീഡ്സും ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റും അല്ല ഫിസിക്കൽ അല്ല സോഷ്യൽ ഇമോഷണൽ ഡെവലപ്മെന്റും അപർണ മിസ്. ശരിക്കും പറഞ്ഞാൽ പാർട്ട് 2 നിന്ന് 1, 2, 3, 4, 5 5 ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എടുക്കാനുണ്ട്. സൈക്കോളജിയും എഡ്യൂക്കേഷൻ സൈക്കോളജിയും ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ റെഡിയാണ്. അത് കൊടുക്കേണ്ട ക്ലാസ്സുകളിലേക്ക് ഇനി കൊടുത്താൽ മതി. പിന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തായിരുന്നോ എഡ്യൂക്കേഷൻ സൈക്കോളജി? ഇല്ല മാം. സ്കോപ്പ് ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി ആണ് ഇനി എടുക്കേണ്ടത്. ഒരു ഡൗട്ട് ചോദിച്ചിട്ട്, ഇത് ഈ എക്സാമിനൂടെ വൈവ ഉണ്ടാവുമോ? ഇല്ല. ഓക്കെ. നിങ്ങൾക്ക് മെയിൻ എക്സാമിലേക്കുള്ള ഒരു പ്രാക്ടീസ് ആണ് ടേം 1ഉം ടേം 2 എക്സാമിനേഷൻ. അപ്പൊ നല്ലതുപോലെ ടേം 1ഉം ടേം 2ഉം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെയിൻ എക്സാം വരുമ്പോ അത്രയും ഒരു ടെൻഷൻ വരില്ല. ഓക്കെ മാം. മെയിൻ എക്സാം മെയിൻ എക്സാമും അല്ലെങ്കിൽ പ്രാക്ടിക്കൽ സെഷൻ കഴിയുമ്പോഴാണ് ശരിക്കും വൈവ സ്റ്റാർട്ട് ചെയ്യുന്നത്. ചിലപ്പോൾ മെയിൻ എക്സാമിന് മുമ്പ് തന്നെയാണ് നമ്മളുടെ പ്രാക്ടിക്കലിനെ ബേസ് ചെയ്തിട്ടാണ് വൈവ വരുന്നത്. മാം കേൾക്കുന്നുണ്ടോ? പറയൂ. മാം, കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തപ്പോൾ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ കറക്റ്റായ ആൻസറിൽ എത്ര ക്ലിക്ക് ചെയ്തിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതെന്റെ ചിലരുടെ മാത്രം പ്രോബ്ലം ആണോ, ഇല്ല അങ്ങനെ സംഭവിക്കാറുണ്ടോ? മറ്റുള്ളവരെ അറ്റൻഡ് ചെയ്തവരൊന്നും ഒന്ന് പറയാമോ? നിങ്ങൾക്കും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നോ? ആൻസർ ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഒന്ന് ക്ലിയർ ഓപ്ഷൻ കൊടുക്കുക. ക്ലിയർ ഓപ്ഷൻ കൊടുത്തിട്ട് ഒന്നല്ലെങ്കിൽ രണ്ടാമത് ഒന്ന് ചെയ്ത് നോക്കുക. ക്ലിയർ ഓപ്ഷൻ കൊടുത്തിട്ടേ, അല്ലെങ്കിൽ ഇപ്പൊ എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്, 5 or 6 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമ്മളെല്ലാം ക്ലിയർ ഓപ്ഷൻ കൊടുത്തതിന് ശേഷം ഫസ്റ്റ് ഈ ക്വസ്റ്റ്യൻ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും കുറച്ച് സൂപ്പർ പണിയൊക്കെ ചെയ്ത് നോക്കേണ്ടതായിട്ട് വരും. കാരണം ഞാൻ ഈ എക്സാമിന് ഇങ്ങനെ ക്വസ്റ്റ്യൻ ഇടുന്ന സമയത്ത് ഞാൻ ആദ്യം ഒന്ന് അറ്റൻഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് നോക്കും. അപ്പൊ എനിക്ക് ഒരു പ്രാവശ്യം ഇങ്ങനെ സംഭവിച്ചു. അപ്പൊ ഞാനൊന്ന് ക്ലിയർ ഓപ്ഷൻ ചെയ്തിട്ട് കയറിയപ്പോ എനിക്കത് ശരിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് എന്തോ അങ്ങനെ വരുന്നുണ്ട്. അപ്പൊ 2-3 പ്രാവശ്യം പലരും പറയുന്നുണ്ട്. അപ്പൊ ഞാനൊന്ന് പറയട്ടെ, ടെക്നിക്കലിലൊന്ന് പറഞ്ഞിട്ട് അതൊന്ന് സോർട്ട് ചെയ്യാൻ എന്താ മാർഗം നോക്കാം. Okay, so educational psychology. നമുക്കൊരു സ്കോപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി ആണ് വരുന്നത്. അപ്പോ അതിന്റെ സ്കോപ്പ് മെയിൻ ഹെഡിങ് ആണ്. അപ്പൊ നമ്മള് അതിന്റെ 5 കീ ഫാക്ടേഴ്സ് ലിമിറ്റേഷൻസും പറഞ്ഞിട്ട് എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ സ്കോപ്പിലേക്ക് പോവുകയാണ് കേട്ടോ. സോ നമുക്കറിയാം 5 കീ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് അറിയാം അല്ലെ? അതിൽ ഡോമിനന്റ് ഫോഴ്സ്, അതായത് പൊട്ടന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ടീച്ചറാണ്. ശരിക്കും ആ ഒരു ടീച്ചറെ ചുറ്റിപ്പറ്റിയാണ് ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ് എല്ലാം വരുന്നത്. അപ്പൊ ആ ഒരു ടീച്ചർ അത്രയ്ക്കും പ്രൊട്ടക്റ്റീവ് ആയിരിക്കണം. കുട്ടികളെ മുന്നിൽ വരുന്ന കുട്ടികളെ മനസ്സിലാക്കാനും അവരുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് മനസ്സിലാക്കി അവരുടെ ബിഹേവിയർ ഇഷ്യൂസ് മനസ്സിലാക്കി അവരുടെ ബിഹേവിയർ പാറ്റേണിനെ ഷേപ്പ് ചെയ്ത് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിൽ ടീച്ചറുടെ റോള് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്കോപ്പിനകത്ത് നമ്മളുടെ 5 കീ ഫാക്ടേഴ്സ് ആണ് പറയുന്നത്. നെക്സ്റ്റ് ലിമിറ്റേഷൻസ് ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി, അത് ഒന്ന് റീഡ് ചെയ്യാമോ? 5 പോയിന്റ്സ്. എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ ലിമിറ്റേഷൻസ് എവിടെയാണ് വരുന്നത് എന്നുള്ളത്.
Read ചെയ്യാം മാം. Limitations of education psychology. The energetic and powerful nature of human behavior sets a number of limitations to the application of psychology to solve educational problems. These limitations are: A. Limitation due to nature of educational psychology. B. Limitation due to the nature of human behavior. C. Limitation due to individual differences. D. Limitation due to limited scope of experiments on human being. Last one, limitation due to the gap between theory and practice. സോ ലിമിറ്റേഷൻസ് നമുക്ക് എന്തറിയാം, ഏതൊരു ഇത് അപ്ലൈ ചെയ്താലും അതിൻ്റെതായ സർട്ടൻ ലിമിറ്റേഷൻസ് ഉണ്ടാവും. ഈവൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തില് പല പുതിയ പുതിയ മെത്തേഡ്സ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും പലപ്പോഴും അതിന് പോസിറ്റീവും നെഗറ്റീവും നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. പണ്ടൊരു DPP സിസ്റ്റം കൊണ്ടുവന്നു. ആ കൺസെപ്റ്റ് വളരെ നല്ലതായിരുന്നു, പക്ഷെ അതിനെ അപ്ലൈ ചെയ്ത് ആകെ കുളമാവുകയാണ് ചെയ്തത്. ഓരോന്നിനും അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്. ഈ എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ രീതി തന്നെ, നേച്ചർ തന്നെയാണ് അതിന്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. അതിന് മാത്രമല്ല, നമുക്ക് ഈ എഡ്യൂക്കേഷൻ സൈക്കോളജി അപ്ലൈ ചെയ്യുന്നതിന് പലപ്പോഴും ഫിനാൻഷ്യൽ റിസോഴ്സസ് ആവശ്യമായിട്ട് വരും. അത് എല്ലാ എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിലും ആവശ്യത്തിന് ഫണ്ട് ഉണ്ടായെന്ന് വരില്ല. അത് അതിന്റെ ഒരു ലിമിറ്റേഷൻ തന്നെയാണ്. റിസോഴ്സസ് ആവശ്യമായിട്ട് വരും. നമുക്ക് വെറുതെ കാശില്ലാതെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള മെത്തേഡുകൾ കുറവാണ് എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ. പിന്നെ ഹ്യൂമൻ ബിഹേവിയർ, അത് ഈവൻ മൂഡ് സ്വിങ്സ് വരെ ഉണ്ടാകാം. ഇപ്പൊ കാണുന്നതായിരിക്കും നെക്സ്റ്റ് കാണിക്കുന്ന ഒരു സ്വഭാവം. അതിന്റെ ഒരു ലിമിറ്റേഷൻസും ഉണ്ട് എഡ്യൂക്കേഷൻ സൈക്കോളജി. നമ്മളിപ്പോ ഇന്നൊരു കുട്ടിയുടെ രീതി കണ്ട് ഒരു സർട്ടൻ ആക്ടിവിറ്റി അവനിൽ അപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കുക, പിറ്റേ ദിവസം വരുമ്പോൾ അവന്റെ രീതി വേറെ ആയിരിക്കും. സോ അതും ഉണ്ട്. ഹ്യൂമൻ ബിഹേവിയർ കാരണമുള്ള ലിമിറ്റേഷൻസും വരും. നെക്സ്റ്റ്, ലിമിറ്റേഷൻസ് ഡ്യൂ ടു ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. ഓരോ ഇൻഡിവിജ്വലും വളരെ ഡിഫറെന്റ് ആണ്. അത് മൂലമുണ്ടാകുന്ന ലിമിറ്റേഷൻസും വരാം. പിന്നെ ഹ്യൂമൻ ബീയിങ് ആണ്, മെഷീൻസ് ഒന്നുമല്ല. നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്ത് ട്രയൽ ആൻഡ് എറർ ചെയ്ത് നോക്കി ശരിയാക്കാനോ ഒരു പാർട്സ് മാറ്റി വേറൊരു പാർട്സ് ഫിറ്റ് ചെയ്ത് നോക്കാനോ ഒന്നും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് സ്കോപ്പ് ഓഫ് എക്സ്പെരിമെന്റ്സ് വളരെ കുറവാണ് ഹ്യൂമൻ ബീയിങ് ആയതുകൊണ്ട്. പിന്നെ തിയറി ആൻഡ് പ്രാക്ടീസ്, അത് ഏത് കാര്യത്തിലും അല്ലേ, നമ്മൾ പഠിക്കുന്ന തിയറി അപ്ലൈ ചെയ്യുമ്പോഴേക്കും ശരിയാവണമെന്നില്ല. ഡ്രൈവിംഗ് പഠിക്കുന്നു, തിയറി ഭയങ്കര അപ് ടു ഡേറ്റ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് തിയറി ഉണ്ടാവും. പക്ഷെ നമ്മൾ നമ്മുടെ റോഡിലൊക്കെ ഓടിക്കുമ്പോൾ ഈ തിയറി തന്നെ വെച്ചിട്ട് ഓടിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. സോ അതുപോലെ തന്നെയാണ് എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ തിയറിയും പ്രാക്ടിക്കലും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് അത് വളരെ കൂടുതലാണ്. ഇനി എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ റെലവൻസ്, ഇമ്പോർട്ടൻറ്റ്, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ കോൺട്രിബ്യൂഷൻ അത് എന്താണെന്നാണ്. അപ്പൊ കുറെ ബുള്ളറ്റ് പോയിന്റ്സ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. അതിൽ 5 പോയിന്റ്സ് ആയിട്ട് ഒന്ന് വായിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. ഫസ്റ്റ് 5 പോയിന്റ്സ് ആരെങ്കിലും വായിക്കുക. നെക്സ്റ്റ് അങ്ങനെ മാം വായിക്കാം. A systematic knowledge of educational psychology will be useful for the teacher in the following ways. To understand the learner, to cater the individual difference, to understand the learning process, to understand effective method of teaching, to understand development characteristics. നമുക്ക് നമ്മുടെ മുന്നിൽ വരുന്ന കുട്ടിയെ, ലേണറെ മനസ്സിലാക്കാനായിട്ട് പറ്റും. എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ ഒരു കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അതാണ്. മുന്നിൽ വരുന്ന കുട്ടികളെ ഓരോരുത്തരെയും മനസ്സിലാക്കാനായിട്ട് പറ്റും. എഡ്യൂക്കേഷൻ സൈക്കോളജിയെ പറ്റി നമുക്ക് നല്ലൊരു ധാരണയുണ്ടെങ്കിൽ. ടു ക്യാപ്ചർ ദ ഇൻഡിവിജ്വൽ ഡിഫറൻസ്, വരുന്ന കുട്ടികളെല്ലാം പല ഡിഫറൻസ് ഉള്ളതായിരിക്കും. അതിനനുസരിച്ച് അവർക്ക് വേണ്ടുന്നത് പ്രൊവൈഡ് ചെയ്യാനായിട്ട്, അവർക്ക് നോളജ്, അവരിലേക്ക് അറിവ് എത്തിക്കുന്ന ആ ഒരു രീതി, അതിനനുസരിച്ച് നമുക്ക് അവർക്ക് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ലേണിംഗ് പ്രോസസ് മനസ്സിലാക്കാനായിട്ട് പറ്റും. നമ്മളിപ്പോ ഈ ഒരു വർഷം ഞാനൊരു ബാച്ചിനെ പഠിപ്പിക്കുന്നു. സോ അതിൽ വരുന്ന കുട്ടികളുടെ ഡിഫറൻസസ് മനസ്സിലാക്കിയിട്ടായിരിക്കും ആ ഒരു ലേണിംഗ് പ്രോസസ് നടക്കുന്നത്. ചിലപ്പോൾ നെക്സ്റ്റ് ബാച്ചിന് സെയിം മെത്തേഡ് പറ്റിയെന്ന് വരില്ല. സോ അതുകൊണ്ട് എങ്ങനെ പഠിപ്പിക്കണം അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. എഫക്റ്റീവ് മെത്തേഡ് ഓഫ് ടീച്ചിങ്, അതിൽ എഫക്റ്റീവ് മെത്തേഡ്, ടീച്ചിങ്ങിൽ എന്തെല്ലാം എഫക്റ്റീവ് മെത്തേഡ് എടുക്കണം. ചിലപ്പോൾ പുറത്ത് മരത്തിന്റെ ഷെയ്ഡിൽ കൊണ്ടിരുത്തി പഠിപ്പിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഔട്ട്ഡോർ ആയിട്ട് പോയി ചെയ്യേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ.
ഔട്ട്റീച്ച് പ്രോഗ്രാംസ് ആയിട്ടൊക്കെ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അങ്ങനെയുള്ള രീതിയിലും അങ്ങനെ എഫക്റ്റീവ് ടീച്ചിങ് മെത്തേഡ് മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ പല രീതിയിലുള്ള ഡെവലപ്മെന്റ് പ്രോസസ്സ് നമുക്ക് കുട്ടികളിലായിട്ട് കാണാനായിട്ട് പറ്റും, ഡെവലപ്മെന്റ് ക്യാരക്ടറിസ്റ്റിക്സ്. അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് 5 points. To enable teachers for curriculum development, to render guidance services, to give guidance for the educational of extraordinary children, to understand group dynamic and social behavior in classroom, to develop constructive and creative discipline. ഓക്കെ, ടീച്ചേഴ്സിന് കരിക്കുലം ഡെവലപ്പ് ചെയ്യാൻ, ആ ഒരു സിലബസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് അതിനെ ടീച്ചേഴ്സിനെ ഹെൽപ്പ് ചെയ്യും. പലപ്പോഴും നിങ്ങൾ കാണാൻ പറ്റുമായിരിക്കും, കരിക്കുലം ഡെവലപ്മെന്റ് ടീമിൽ ഏതെങ്കിലുമൊക്കെ സ്കൂളിലെ ടീച്ചർമാരുണ്ടാവും ചിലപ്പോൾ. അപ്പൊ ആ ഒരു കരിക്കുലം ഡെവലപ്പ് ചെയ്യുന്നത്, സിലബസ് ഡെവലപ്പ് ചെയ്യുന്നത് മാറി മാറി വരുന്ന സാഹചര്യങ്ങളാണല്ലേ. അപ്പൊ അപ്ഡേറ്റഡ് ആവണം സിലബസ് ആണെങ്കിലും എഡ്യൂക്കേഷൻ സിസ്റ്റം ആണെങ്കിലും. അപ്പൊ അത് ടീച്ചേഴ്സിനെ എനേബിൾ ചെയ്യിക്കും. പിന്നെ ഗൈഡൻസ് സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യിക്കുന്നു. ആവശ്യത്തിന് കുട്ടികൾക്കാണെങ്കിലും ടീച്ചർക്കാണെങ്കിലും ഒരു ഗൈഡൻസ് സർവീസ് കൊടുക്കേണ്ടത് എങ്ങനെ, കൊളീഗ്സ് കോവർക്കേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അങ്ങനെ ഒരു ഗൈഡൻസ് എല്ലാവരിലേക്കും എത്തിക്കാനായിട്ട് സാധിക്കും. പിന്നെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് കുട്ടികൾ വരും അല്ലെ, സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികൾ, അല്ലെങ്കിൽ ചിലപ്പോൾ വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള കുട്ടികൾ. അപ്പൊ അങ്ങനെ കുട്ടികൾക്കനുസരിച്ച് അവർക്ക് എഡ്യൂക്കേഷനിൽ ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ടീച്ചർക്ക് സാധിക്കും. അപ്പൊ അങ്ങനെ അപ്പൊ പുറത്ത് പോയിട്ട് വേറെ സ്കൂളുകളുമായിട്ട് കോമ്പറ്റീഷൻ വരുത്തുക, അപ്പൊ അങ്ങനെ പൊട്ടൻഷ്യലൊക്കെ ഉള്ള കുട്ടികളെ, എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് കാണുന്ന കുട്ടികൾ, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ ക്ലാസ് റൂം എന്ന് പറയുമ്പോൾ കുറെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് വരുന്നതാണ് ക്ലാസ് റൂം. അപ്പൊ അവിടെ പല ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് നടക്കുമായിരിക്കും, അതുപോലെ ഇൻഡിവിജ്വൽ ആയിട്ട് ഉണ്ടാവുമായിരിക്കും. ആ ഗ്രൂപ്പ് ഡൈനാമിക്സ്, ഗ്രൂപ്പിലായിരിക്കുമ്പോൾ അവരെ മനസ്സിലാക്കാനും അതുപോലെ തന്നെ അവരുടെ മറ്റുള്ളവരുമായിട്ട് സോഷ്യലൈസ് ചെയ്യുമ്പോൾ, ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഒരു സോഷ്യൽ ബിഹേവിയർ ക്ലാസ് റൂമിൽ അവരുടെ മനസ്സിലാക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യും. ടു ഡെവലപ്പ് കൺസ്ട്രക്റ്റീവ് ആൻഡ് ക്രിയേറ്റീവ് ഡിസിപ്ലിൻ. എന്തെങ്കിലും കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക്, ഒരു അൺസോഷ്യബിൾ ആയിട്ടുള്ള ഒരു ആക്ട് കണ്ടു കഴിഞ്ഞാൽ അവരെ വല്ലാതെ പണിഷ് ചെയ്യുകയല്ല ചെയ്യുന്നത്, ക്രിയേറ്റീവ് ആൻഡ് കൺസ്ട്രക്റ്റീവ് ഡിസിപ്ലിൻ. അവർക്ക് എന്താ പറയാ, നല്ലൊരു രീതിയിലുള്ള ഒരു മെത്തേഡ്. ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടിയെ പിടിച്ച് ലീഡർ ആക്കുന്നു, അല്ലെങ്കിൽ ഒരു വർക്കിന്റെ ടീം ലീഡർ ആക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേക്കും ഈവൻ അവൻ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ട് മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ്, ശരിക്കും ഒരു മിസ്റ്റേക്ക് എന്നുള്ള രീതിയിൽ തന്നെ ആണെങ്കിൽ പോലും അവനെ പണിഷ് ചെയ്യാതെ അവനെ ഒരു ഡ്യൂട്ടി ഏൽപ്പിക്കും. സോ അവൻ ഒബീഡിയന്റ് ആവുന്നു കുറച്ചുകൂടെ. ആ രീതിയിൽ കൺസ്ട്രക്റ്റീവും ക്രിയേറ്റീവും ആയിട്ടുള്ള ഡിസിപ്ലിൻ മെത്തേഡ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇനിയുള്ള എല്ലാ പോയിന്റ്സും ഒന്ന് റീഡ് ചെയ്തത് ലാസ്റ്റ്. ഞാൻ വായിക്കാം. അയച്ചോട്ടെ. വായിച്ചോ. To understand problems of children, to help in measuring learning outcomes, to prepare timetable, to prepare textbooks and instructional materials, to select appropriate co-curricular activities, to know about himself. കുട്ടികളുടെ പ്രോബ്ലംസ് മനസ്സിലാക്കാൻ പറ്റുന്നു. പിന്നെ ഇപ്പൊ കുട്ടികൾ ഒരു ആക്ടിവിറ്റി ചെയ്ത് അതിനൊരു ഔട്ട്കം വരുന്നു. ആ ഔട്ട്കം അതിനെ അനലൈസ് ചെയ്യാൻ, അതിനൊരു മെഷറിങ്. ഇപ്പോ ഒരു ടെസ്റ്റ് പേപ്പർ ക്ലാസ്സിൽ നടത്തി, കുട്ടികൾക്ക് എത്രത്തോളം ആ ടോപ്പിക് മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ടായിരിക്കുമല്ലോ നമ്മൾ യൂണിറ്റ് ടെസ്റ്റുകൾ നടത്തുന്നത്. അപ്പൊ അതിനകത്ത് കുട്ടികളുടെ ഔട്ട്കം നോക്കും, റിസൾട്ട് നോക്കും. അതിനനുസരിച്ചായിരിക്കും നെക്സ്റ്റ് ടോപ്പിക് ചിലപ്പോൾ പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇവർക്ക് ഈ ഏരിയയിലൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ നെക്സ്റ്റ് ക്ലാസ് എടുക്കുമ്പോൾ അതൊരു അനാലിസിസ്, ഇവാലുവേഷന് വേണ്ടിയിട്ട്, ലേണിംഗ് ഔട്ട്കംസിന്റെ ഇവാലുവേഷൻ നടത്താനായിട്ട് ടീച്ചേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നു. ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് ടീച്ചേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കുകളും ലാബ് മാനുവൽ, അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻ മാനുവൽസ് ഉണ്ടല്ലോ, അത് പിന്നെ എന്താ പറയാ ഗ്രാമർ, അങ്ങനെ പല ഇൻസ്ട്രക്ഷൻ മാനുവൽസും മെറ്റീരിയൽസും ഒക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ടീച്ചേഴ്സിനെ ഇനേബിൾ ചെയ്യും. പിന്നെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കോ കരിക്കുലർ ആക്ടിവിറ്റീസ്, കാര്യം അക്കാദമിക്സ് പഠിക്കാനുള്ള കുറെ കാര്യങ്ങളുണ്ട്, അതുകൂടാതെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് സെലക്ട് ചെയ്യാൻ അപ്രോപ്രിയേറ്റ് ആയിട്ട് ഓരോ ഏജിനും കുട്ടികളുടെ രീതിക്ക് അനുസരിച്ചും അത് സെലക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ടു നോ അബൌട്ട് ഹിംസെൽഫ്, ഈവൻ ടീച്ചർ ആണെങ്കിലും അവനവനെ തന്നെ മനസ്സിലാക്കാനായിട്ട് എനിക്ക് എന്തെല്ലാം പറ്റും, എനിക്ക് ഇതിലൊക്കെ എങ്ങനെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. ടു നോ അബൌട്ട് ഹിംസെൽഫ്, അത് തന്നെയാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി ചെയ്യുന്നത്.
പിന്നെ ഷോർട്ട് അത് ടീച്ചറെ മാത്രമല്ല കുട്ടികൾക്കും അവനവനെ തന്നെ എനിക്കിത് പറ്റും എന്നൊരു കുഞ്ഞിന് മനസ്സിലാക്കി കൊടുക്കുന്നത് ആ ടീച്ചറുടെ ഒരു രീതി വെച്ചിട്ടായിരിക്കും. അപ്പൊ ആ ടീച്ചർക്കും കുട്ടിക്കും അവർക്ക് അവനവനിലുള്ള ആ ഒരു കോൺഫിഡൻസും ഞാൻ ഇതാണ് എനിക്കിത് പറ്റും എന്നൊരു ഫീലും ഒക്കെ മനസ്സിലാകുന്നത് എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ ആപ്ലിക്കേഷൻസ് കൊണ്ട് തന്നെയാണ്. അപ്പൊ എഡ്യൂക്കേഷൻ സൈക്കോളജി ഒരു ടീച്ചറെ ബെറ്റർ ടീച്ചറാക്കുന്നു, അതുപോലെ തന്നെ ഒരു കുട്ടിയെ ബെറ്റർ സ്റ്റുഡന്റും ആക്കുന്നു, ബെറ്റർ ലേണർ ആക്കുന്നു. ഇനി ഈ എഡ്യൂക്കേഷൻ സൈക്കോളജി നമുക്ക് എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യാം, എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതാണ് നെക്സ്റ്റ് വരുന്ന ടോപ്പിക്. മെത്തേഡ്സ് ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി. മെത്തേഡ്സ് താഴെയുണ്ട്. അപ്പൊ മെത്തേഡ് എവിടെ അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് ഈ 3 കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. താഴെ ഓരോന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് ചിലപ്പോൾ 4 ആയിരിക്കും മെത്തേഡ് കൊടുത്തിരിക്കുന്നത്, പക്ഷെ നിങ്ങൾക്ക് 5 എക്സ്പ്ലനേഷൻ വരുന്നുണ്ട്. 5 അല്ല എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ മെത്തേഡ്, അതിൽ കൂടുതൽ. അപ്പൊ മെയിൻ ആയിട്ടുള്ള 5 ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി പലപ്പോഴും നമുക്കറിയാം ഒരു മെത്തേഡ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് പ്രോബ്ലം, ആ പ്രോബ്ലത്തിനനുസരിച്ച് ആയിരിക്കും അത് സോൾവ് ചെയ്യാനുള്ള മെത്തേഡ് നമ്മൾ എടുക്കുന്നത്, അല്ലെ? അപ്പൊ അതാണ് നേച്ചർ ഓഫ് ദ പ്രോബ്ലം ടു ബി സ്റ്റഡീഡ്. ഇപ്പൊ എന്താണ് പ്രശ്നം, ഒരു കുട്ടിയുടെ ഒരു പ്രശ്നമാണെങ്കിൽ അതിന്റെ രീതി മനസ്സിലാക്കിയിട്ടാണ് എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ ഏത് മെത്തേഡ് വേണമെന്ന് സെലക്ട് ചെയ്യുന്നത്. പിന്നെ പലപ്പോഴും ഒരു പക്ഷെ ആ സ്കൂളിലെ ടീച്ചർക്കോ അല്ലെങ്കിൽ അവിടുത്തെ വേറെ ഏതെങ്കിലും സ്റ്റാഫിനോ ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്ത് ഇത് ശരിയാക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ പുറത്തു നിന്ന് റിസോഴ്സ് പേഴ്സണെ കൊണ്ടുവരും. അങ്ങനെയുള്ള ആ ആളുടെ റിസോഴ്സ്ഫുൾനെസ്, അവരുടെ കഴിവ്, അവരുടെ ആ ഓറിയന്റേഷൻ, ആ വരുന്ന റിസർച്ചറുടെ റിസോഴ്സ്ഫുൾനെസ്, അതിനനുസരിച്ച് വേറൊരാളെ വേണം നമ്മളുടെ സ്കൂളിലെ ടീച്ചർക്ക് അല്ലെങ്കിൽ കൗൺസിലർക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനനുസരിച്ച് അങ്ങനെ വരുമ്പോഴാണ് അപ്പൊ ഏത് മെത്തേഡ് വേണം എന്നുള്ളത് നോക്കുന്നത്. പിന്നെ നമ്മളൊരു മെത്തേഡ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ, ആ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യുമ്പോൾ എന്തെല്ലാം മെറ്റീരിയൽസ് അവൈലബിലിറ്റി ഉണ്ട് അത് നോക്കും. പിന്നെ അതുപോലെ അതിന് എക്സ്പെൻസ് വരുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എത്രത്തോളം ഫണ്ട് ഉണ്ട്, ഫിനാൻഷ്യൽ റിസോഴ്സസ് ഉണ്ട്, അത് നോക്കിയിട്ട് അതിനനുസരിച്ചായിരിക്കും മെത്തേഡ് എടുക്കുന്നത്. അങ്ങനെ മെത്തേഡ് എങ്ങനെ എടുക്കും എന്നുള്ളതാണ് ഈ ആദ്യം പറഞ്ഞിരിക്കുന്നത്. ഇനി എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു 4 പേര് കൊടുത്തിട്ടുണ്ട്. അതിന്റെ നമ്മൾ എക്സ്പെരിമെന്റൽ ഓർ സയന്റിഫിക് മെത്തേഡും കൂടെ അതിൽ വരും. അങ്ങനെ 5 കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ശരിക്കും 4 അവിടെ ABCD എന്ന് കൊടുത്തിട്ടുള്ളത്. ഇനി ഓരോരുത്തരായിട്ട് റീഡ് ചെയ്തോ, ആരോടേക്ക് വായിക്കാന്ന് പറഞ്ഞാൽ കണ്ടില്ല. ഇൻട്രോസ്പെക്ഷൻ ആണ് നമ്മളുടെ ഫസ്റ്റ് മെത്തേഡ്. എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ യൂസ് ചെയ്യുന്ന ഫസ്റ്റ് മെത്തേഡ് ആരാ റീഡ് ചെയ്യുക? Introspection. The term introspection is composed of 2 words, intro and expection. Intro means inward and expection means looking. Introspection means looking within oneself in order to examine one's own thoughts and feelings. Introspection gives us direct and prompt knowledge of our mental process without involving any extra cost for the material or apparatus. സോ ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുമ്പോൾ ലൈക് സെൽഫ് എക്സാമിനേഷൻ, അതാണ് അതിൻ്റെ ഒരു മീനിങ്. അത് നമ്മുടെ ഉള്ളിലേക്ക് തന്നെ ഒരു ടോർച്ച് അടിച്ചു നോക്കി, നമ്മുടെ ഉള്ളിലെ ആ ഒരു വെളിച്ചം കൊടുത്തു നോക്കി നമ്മളെ അനലൈസ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത്. 2 വേർഡ്സ് ചേർന്നാണ് ഇൻട്രോ ആൻഡ് എക്സ്പെക്ഷൻ. ഇൻട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇൻവേർഡ്, ഉള്ളിലേക്ക്, എക്സ്പെക്ഷൻ ലുക്കിംഗ്, ഉള്ളിലേക്കുള്ള നോക്കുന്നു എന്ന് പറയുന്നത്. വിത്തിൻ വൺസെൽഫ്, ലുക്കിംഗ് വിത്തിൻ വൺസെൽഫ്, നമ്മളുടെ വൺസ് ഓൺ തോട്ട്സ് ആൻഡ് ഫീലിങ്സ്. ഒരു കുട്ടിയെ നമ്മൾ അനലൈസ് ചെയ്യുവാണെങ്കിൽ അവന്റെ തോട്ട്സും ഫീലിങ്സും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റണം. ആ ഒരു രീതിയിൽ നമ്മൾ എക്സാമിൻ ചെയ്യണം. അവന്റെ ഉള്ളിലേക്ക് നമ്മൾ ഒരു ടോർച്ച് അടിച്ച്, അവന്റെ മനസ്സിലേക്ക് ടോർച്ച് അടിച്ച് നമ്മളത് മനസ്സിലാക്കി എടുക്കുന്നവരാണ്. അപ്പൊ കുട്ടിയായിട്ടൊരു ബോണ്ടിങ് വെക്കേണ്ടവരും കുട്ടിയുടെ തോട്ട്സ് നമുക്ക് മനസ്സിലാവണം. ഇത് ഒറ്റ ദിവസം കൊണ്ടൊന്നും പറ്റുമെന്നില്ല. ഇങ്ങനെയുള്ള മെത്തേഡ്സ്, അതിപ്പോ സൈക്കോളജിയിലെ ഏതൊരു അനാലിസിസ് മെത്തേഡ് ആണെങ്കിലും ഒറ്റ സിറ്റിങ്ങിലൊന്നും നടക്കുന്നില്ല, പല തവണ ചെയ്യേണ്ടതായിട്ട് വരും. നമ്മളൊരു അസുഖം വരുമ്പോൾ നമ്മൾക്ക് ഡോക്ടർ ആന്റിബയോട്ടിക്സ് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്തു എന്ന് വിചാരിക്കാം. ഫസ്റ്റ് ചിലപ്പോൾ നോർമൽ മെഡിസിൻ തരും, എന്നിട്ട് മാറിയില്ലെങ്കിലാണ് നമുക്ക് ആന്റിബയോട്ടിക്സ് തരുന്നത്. ആന്റിബയോട്ടിക്സ് ചിലപ്പോൾ 5 ദിവസത്തേക്കുള്ളതായിരിക്കും. ഫസ്റ്റ് ഡേ കഴിച്ചു വരുമ്പോൾ തന്നെ നമ്മൾ ആകെ ഉഷാറായി, നമുക്ക് മാറി. പക്ഷെ അപ്പൊ നമ്മൾ മാറി, ഇനി കഴിക്കേണ്ട എന്നുള്ളതല്ലല്ലോ, ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും സെഷൻസിന് വരുന്നവർക്ക് പറ്റുന്ന ഒരു പറ്റതാണ്. അവര് ഫസ്റ്റ് സെഷന് വരും, ചിലപ്പോൾ മേ ബി ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള ഇഷ്യൂ ആണെങ്കിൽ
ഫസ്റ്റ് ഡേ വരും. അപ്പൊ സംസാരിച്ച് കഴിയുമ്പോൾ അവരങ്ങ് കൂളാവുമ്പോൾ ഓക്കെ, ഇനി എനിക്കിത് സോൾവ് ചെയ്യാനുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ചു പോകും. പിന്നെ അവർ വരില്ല. അവരോട് അടുത്ത സെഷന് വരണമെന്ന് പറഞ്ഞിട്ടായിരിക്കും പറഞ്ഞു വിടുന്നത്, പക്ഷെ പിന്നെ അവർ വരില്ല. പിന്നെ വീണ്ടും ഇഷ്യൂസ് തലവെക്കാൻ തുടങ്ങും. നമുക്കൊരു സ്ട്രെയിറ്റ് ലൈനിലൂടെ പോകില്ല ഒരിക്കലും തെറാപ്പി സെഷൻ. അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഇങ്ങനെ കെട്ട് പിടിഞ്ഞ് കിടക്കുക. ആ കെട്ട് നമ്മൾ അഴിച്ച് നിവർത്തണം. അപ്പൊ അതിന് സമയമെടുക്കും. അതുകൊണ്ടാണ് അടുത്ത സെഷന് വരണം എന്ന് പറഞ്ഞ് ഇവർ വിടുന്നത്. ഒരു സെഷൻ അങ്ങ് കഴിയുമ്പോഴേക്കും ഈ എന്താ പറയാ, പാർട്ട്നേഴ്സ് തമ്മിൽ ഭയങ്കര സ്നേഹം, ഒരു ബോണ്ടിങ്ങുമായിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ ഇറങ്ങി പോകും. അവരുടെ ധാരണ ഞങ്ങളുടെ പ്രശ്നമൊക്കെ കഴിഞ്ഞ് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വിചാരിക്കും. പക്ഷെ വീണ്ടും അവര് തമ്മിൽ ഇഷ്യൂസ് തുടങ്ങും. അപ്പൊ നമ്മൾക്കിത് ഫുൾ വൈപ്പ് ഔട്ട് ചെയ്യാന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതൊരു കുഞ്ഞിന്റെ കാര്യത്തിലാണെങ്കിലും ശരി, ആ കുട്ടിയുടെ ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് ചെയ്യുമ്പോൾ ചില ഒരു കുട്ടി നല്ല പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യും. അപ്പൊ അങ്ങ് അപ്പൊ പാരന്റ്സ് ചിലപ്പോൾ പറയും ഇനി അവന് വേണ്ടി വരില്ല, അവൻ ശരിയായി, ഇതൊന്നും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ള രീതിയിൽ പറയും. പക്ഷെ ഇവന്റെ ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന ഈ സാധനം മുഴുവൻ നമുക്ക് പുറത്തേക്ക് എടുത്ത് കളഞ്ഞ് അതിന്റെ ആ ഒരു കെട്ട് ഒക്കെ കഴിച്ച് നല്ല നീറ്റാക്കി വയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. അതിന് ചിലപ്പോ പല പല സെറ്റിങ്സ് വേണ്ടി വരും. അപ്പൊ ഇങ്ങനെ ഓൺ തോട്ട്സും ഫീലിങ്സും മനസ്സിലാക്കി ഒരു ആണ് നമ്മൾ ഇൻട്രോസ്പെക്ഷൻ ചെയ്യുന്നത്. ഇതിന് വലിയ കോസ്റ്റ് ഒന്നുമില്ല. ശരിക്കും ഒരു നല്ലൊരു ടീച്ചർക്ക് അല്ലെങ്കിൽ ഒരു കൗൺസിലർക്ക് ചെയ്യാൻ പറ്റുക, സ്കൂളിലെ ഒരു സ്റ്റാഫ്, ഒരു ടീച്ചർ, ഒരു കൗൺസിലർ ഉണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇൻട്രോസ്പെക്ഷൻ. ഒരു ഇൻഡിവിജ്വലിനെ നമ്മൾ എക്സാമിൻ ചെയ്യുന്നതാണ്. അയാളുടെ തോട്ട്സ്, ഫീലിങ്സ് എങ്ങനെയാണ് ചില ചെറിയ ചെറിയ ആക്ടിവിറ്റീസിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഒരു ഡയറക്റ്റ് പ്രോംപ്റ്റ് നോളജ് നമുക്കും ചെയ്യാം, നമ്മളെ തന്നെ നമുക്കും ചെയ്യാം കേട്ടോ. നമ്മുടെ മെന്റൽ പ്രോസസ് എങ്ങനെയാണ് പോകുന്നത്, ഞാൻ അവിടെ അങ്ങനെ ചെയ്തത് ശരിയായി, ഞാൻ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് അവിടെ ചെയ്യാനുണ്ടായിരുന്നു, ഞാൻ അവിടെ അയാളോട് അത് പറയാൻ, നമ്മളൊരു സെൽഫ് അനാലിസിസ് ചില സമയത്ത് നമ്മൾ ചെയ്യുന്നേ, പക്ഷെ അത് എന്റെ ഭാഗത്തു നിന്ന് വന്നൊരു മിസ്റ്റേക്ക് ആയിപ്പോയി, ഞാനത് കറക്റ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെ ഒരു സെൽഫ് അനാലിസിസ് നമ്മൾ ചെയ്യുന്നത് നല്ലതാണ്. ദാറ്റ് ഈസ് ഇൻട്രോസ്പെക്ഷൻ. അതൊരു ടീച്ചർ ആകുമ്പോൾ ഏറ്റവും ആവശ്യമാണ്. കാരണം നമ്മൾ എപ്പോഴും നമ്മളെ അനലൈസ് ചെയ്യണം. നമ്മൾ എടുക്കുന്ന ഓരോ സ്റ്റെപ്സും ശരിയാണോ എന്ന് അനലൈസ് ചെയ്യണം. നമ്മളെ തന്നെ ക്രിട്ടിസൈസ് ചെയ്യണം. നമ്മൾ ചെയ്തൊരു സ്റ്റെപ്പ് ശരിയല്ല എന്ന് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് മിസ്റ്റേക്ക് എന്ന് അക്സെപ്റ്റ് ചെയ്ത് നമ്മളെ തന്നെ ക്രിട്ടിസൈസ് ചെയ്യണം. സെൽഫ് ജഡ്ജ്മെന്റൽ, നമ്മളെ തന്നെ ജഡ്ജ് ചെയ്യണം. മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാനല്ല നമ്മൾ പോകുന്നത്. നമ്മളെ അനലൈസ് ചെയ്ത് നമ്മളെ ക്രിട്ടിസൈസ് ചെയ്ത് നമ്മളെ ജഡ്ജ് ചെയ്യുമ്പോഴേക്കും നമ്മളങ്ങ് ക്ലിയർ ആവും. ഒരു ക്രിസ്റ്റൽ ക്ലിയർ എന്നൊക്കെ പറയുന്ന പോലെ നമ്മളങ്ങ് ക്ലിയർ ആവും. അപ്പോൾ ഇതിനൊരു എക്സ്ട്രാ കോസ്റ്റ് വേണ്ട, ഒരു മെറ്റീരിയലോ പാരറ്റോസോ ഒന്നും വേണ്ട. ശരിക്കും എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ ഒരു ലിമിറ്റേഷൻ അതാണ്. പല കാര്യങ്ങൾക്കും ഫിനാൻഷ്യൽ റിസോഴ്സസ് വേണ്ടി വരും. ഇവിടെ ഇൻട്രോസ്പെക്ഷൻ മെത്തേഡിന് നമുക്ക് എക്സ്ട്രാ കോസ്റ്റോ, അത് നമ്മൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഒരു കുഞ്ഞിനെ നോക്കി അവന്റെ തോട്ട്സ്, ഫീലിങ്സ് മനസ്സിലാക്കാൻ നമ്മൾ നല്ല കോൺസെൻട്രേഷനോട് കൂടി അവനെ ഒബ്സർവ് ചെയ്യണം, അല്ലെങ്കിൽ അവനുമായിട്ട് ഇന്ററാക്ട് ചെയ്യണം. ആ ഒരു മെത്തേഡാണ് ഇൻട്രോസ്പെക്ഷൻ. ഇത് നമ്മളുടെ സെൽഫ് ഇവാലുവേഷൻ നമുക്ക് ഉപയോഗിക്കും. നെക്സ്റ്റ്, ഒബ്സർവേഷൻ. പല രീതിയിൽ ഒബ്സർവ് ചെയ്യാം, അല്ലെ? പല രീതിയിൽ ഒബ്സർവ് ചെയ്യാം. നമുക്ക് ഒരാൾ അറിഞ്ഞുകൊണ്ട് അയാളെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരാൾ അറിയാതെ അയാളെ നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ പല രീതിയിൽ. പിന്നെ ചിലപ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സെറ്റിങ്സ് ലിമിറ്റഡ് ആയിരിക്കും. അവിടെ പ്രത്യേകിച്ച് ഫെസിലിറ്റീസോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ലിമിറ്റഡ് എൻവയോൺമെന്റിൽ നിന്നുകൊണ്ട് നമ്മൾക്ക് ഒബ്സർവ് ചെയ്യേണ്ടതായിട്ട് വരും. ചിലപ്പോൾ നമുക്ക് അവിടെ ലിമിറ്റ് ലെസ് ആയിരിക്കും. അൺകൺട്രോൾഡ് ആയിട്ട് ഇഷ്ടം പോലെ ടൈം അല്ലെങ്കിൽ സ്പേസ് അങ്ങനെ വരുന്ന സെറ്റിങ്സിലും നമുക്ക് ഒബ്സർവ് ചെയ്യേണ്ടതായിട്ട്. അങ്ങനെ പല പല രീതിയിലുള്ള ഒബ്സർവേഷൻ ഉണ്ട്. അപ്പോ ഒബ്സർവേഷൻ അത് ഒന്ന് റീഡ് ചെയ്യാമോ? 4 ടൈപ്പ് ഒബ്സർവേഷൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും വലിയ കാര്യമായ കോസ്റ്റ് ഒന്നും ആവശ്യമില്ല, ടൈം മതി. ഓക്കെ, ആരാള്? യെസ്. Observation means the examination of something, especially for the purpose of collecting data. Types of observation: participant observation. Second one, non-participant observation. Third one, controlled observation. Fourth one, uncontrolled observation. ഓക്കെ, ഇപ്പൊ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. ഇപ്പൊ നമ്മളൊരു പ്ലാറ്റ്ഫോമിൽ ഇരിക്കുവാണ്, അല്ലെ? കാര്യം നമ്മൾ പരസ്പരം കാണുന്നൊന്നുമില്ല, പക്ഷെ എല്ലാവരും മറ്റേ ടൈമിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരിക്കുവാണ്. ഞാനും അതിൽ ഒരാളാണ്, നിങ്ങളും അതിൽ ഓരോരുത്തരും അതിലെ പാർട്ടിസിപ്പൻസ് ആണ്.
അപ്പൊ ഇപ്പൊ ഒരു ആക്ടിവിറ്റി ഇപ്പൊ ഒരാളോട് റീഡ് ചെയ്യാൻ പറയുമ്പോൾ നമ്മളെല്ലാരും എന്താ ചെയ്യുന്നത്? അയാൾ റീഡ് ചെയ്യുന്ന നമ്മുടെ കയ്യിലുള്ള ആ നോട്ട്സ് നോക്കി നമ്മൾ ആ ലൈൻസിലൂടെ നോക്കിക്കൊണ്ടിരിക്കും അല്ലെ. അപ്പൊ പിന്നെ ഒരാളിപ്പോ എന്തെങ്കിലും കാര്യത്തെ കുറിച്ച് പറയുവാണെങ്കിൽ നമ്മൾ അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. സോ ദാറ്റ് മീൻസ് വി ഓൾ ആർ അതിലെ പാർട്ടിസിപ്പന്റ്. ഇനി ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി നിങ്ങൾക്ക് തരുവാണ്, നമ്മളെല്ലാരും സർക്കിളിൽ ഇരിക്കുവാന്ന് വിചാരിച്ചു. അപ്പൊ ഗ്രൂപ്പ് ആക്ടിവിറ്റി തരുവാണ്, പക്ഷെ ഞാനും ആ ഗ്രൂപ്പിലെ ഒരാളാണ്. ഞാൻ പാർട്ടിസിപ്പന്റ് ആയിക്കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിനെ ഒബ്സർവ് ചെയ്യുന്നു. ദാറ്റ് ഇസ് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. അപ്പൊ ഒരു ടീച്ചറും കുട്ടികളും കൂടെ ഒരു ആക്ടിവിറ്റി കുട്ടികൾക്ക് ടീച്ചർ കൊടുക്കുന്നു. ടീച്ചർ കുട്ടികളുടെ കൂടെ ആ ഗ്രൂപ്പിൽ ഇരുന്നിട്ട് കുട്ടികൾ ചെയ്യുന്നതിനെ ഒബ്സർവ് ചെയ്യുന്നു. അതായത് ഒബ്സർവ് ചെയ്യുന്ന ആളും അതിലെ ഒരു പാർട്ടിസിപ്പന്റ് തന്നെയാണ്. ദാറ്റ് ഇസ് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. ഇനി ടീച്ചർ ആ സർക്കിളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. കുട്ടികൾ സർക്കിളിൽ ഇരുന്ന് ആ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നു. ടീച്ചർ പുറത്ത് നിന്നുകൊണ്ട് അവരെ ഒബ്സർവ് ചെയ്യുന്നു. നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. ടീച്ചർ അതിലെ പാർട്ടിസിപ്പന്റ് അല്ല, പക്ഷെ കുട്ടികൾ എല്ലാവരും ഇരുന്ന് ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട്. ആ കുട്ടികളെ ഒബ്സർവ് ചെയ്യുന്നു ടീച്ചർ. ഒരു കുട്ടിയുടെ പ്രോബ്ലം ആണ് നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യേണ്ടെങ്കിൽ ഈ ഗ്രൂപ്പിൽ ആ കുട്ടിയെ കൊടുത്തിട്ട് അല്ലെങ്കിൽ കുട്ടിക്ക് മാത്രമായിട്ടൊരു ആക്ടിവിറ്റി കൊടുത്തിട്ട് നമ്മൾ കുട്ടിയെ കാണാതെ നമ്മൾ നോൺ പാർട്ടിസിപ്പന്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നു. അതേസമയം ആ ടീച്ചർ കുട്ടിയും കൂടെ ഒരുമിച്ച് ആക്ടിവിറ്റി ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ കുട്ടിയിലെ വ്യത്യാസം ടീച്ചർ ഒബ്സർവ് ചെയ്യുന്നു. അവിടെ ടീച്ചറും അവിടുത്തെ പാർട്ടിസിപ്പന്റ് ആണ്. അതാണ് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷനും നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. നമ്മൾ മോണ്ടിസോറി മെത്തേഡില് പലപ്പോഴും മിക്കവാറും മെജോറിറ്റി ടൈമിൽ നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ ആയിരിക്കും. കുട്ടികൾ ആക്ടിവിറ്റി ചെയ്യും, നമ്മൾ പുറത്ത് നിന്ന് ചെയ്യും, അവരെ ഒബ്സർവ് ചെയ്യും. അവരറിയാതെ, അവരറിഞ്ഞുകൊണ്ടല്ല, അവരറിയുമ്പോൾ അവരതൊന്നല്ലാതെ കോൺഷ്യസ് ആവും. അവരുടെ ആ ഒരു ഫ്രീഡം അവർക്ക് ഫുള്ളായിട്ട് എടുക്കാൻ പറ്റില്ല. അവർ നല്ല രീതിയിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. സോ അങ്ങനെ വരുമ്പോൾ അത് ബുദ്ധിമുട്ടായി ശരിയായ റിസൾട്ട് കിട്ടില്ല. കുട്ടികൾ അറിയാതെ അവരെ ശ്രദ്ധിക്കും നമ്മൾ. ദാറ്റ് ഇസ് നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. ഇനി കൺട്രോൾഡ് ഒബ്സർവേഷനും അൺകൺട്രോൾഡ് ഒബ്സർവേഷനും കവേർഡ് ഓവേർഡ്, അതാണ് കൺട്രോൾഡ് കവേർഡ് അൺകൺട്രോൾഡ് ഓവേർഡ് ഓപ്പൺ ആയിട്ടുള്ള ഒരു ഒബ്സർവേഷന്റെ രീതിയിൽ. കൺട്രോൾഡ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ആ സെറ്റിംഗ്, ആ ഒരു എൻവയോൺമെന്റ് ലിമിറ്റഡ് ആയിരിക്കും. ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഒരു ലാബ്, ഒരു സയൻസ് ലാബ്, ഫിസിക്സോ കെമിസ്ട്രിയോ ബയോളജിയോ വട്ടെവർ എൻവയോൺമെന്റ്. ഒരു ലാബിന്റെ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സറൗണ്ടിങ്സ് അല്ലെങ്കിൽ സെറ്റിംഗ്സ് ലിമിറ്റഡ് ആയിരിക്കും. ലാബിന്റെ ആ ഒരു ഫെസിലിറ്റി അല്ലേ വരുള്ളൂ. അവിടെ ഒരു ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആയിരിക്കും. ആ കുട്ടികൾ ചെയ്യുന്ന ആ ഒരു എക്സ്പെരിമെന്റ് അതിനെ മാത്രം അവരതെങ്ങനെ ചെയ്യുന്നു അത്രയേ ഉള്ളൂ അവിടെ വരുന്ന ഒരു ഒബ്സർവേഷൻ വരുന്നത്. അതേസമയം അൺകൺട്രോൾഡ് കുട്ടികളെ പുറത്തേക്ക് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു മരത്തിന്റെ ഷെയ്ഡില്, ആ ഒരു ഗ്രൗണ്ടില്, കുട്ടികളുടെ പ്ലേ ഗ്രൗണ്ടോ അവിടെ കുട്ടികൾക്ക് ഓരോ ആക്ടിവിറ്റി ചെയ്യുന്നു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ്ലെസ് ആയിട്ടുള്ള ഒരു സെറ്റിംഗ് ആണ്. അൺകൺട്രോൾഡ് ആയിട്ട് അവിടെ ചിലപ്പം മറ്റേ ലാബിലെ ഒബ്സർവേഷൻ ടൈം ലിമിറ്റഡും കാണും. ഈ അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ പുറത്ത് കുട്ടികളെ കൊണ്ടുവന്ന് അവർ കളിക്കുന്നു, അങ്ങനെ അവിടെ ഇത് ടൈമും മാറാം. ഈ കുട്ടികൾ പല പല ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആകും. അങ്ങനെ ആ രീതി വരും. ലാബ് എന്ന് പറയുമ്പോൾ ഒറ്റ ആക്ടിവിറ്റി ആയിരിക്കും അവിടെ ആ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്നു. അൺകൺട്രോൾഡ് പ്ലേ ഗ്രൗണ്ടിലേക്ക് കൊണ്ടു ചെല്ലുമ്പോൾ കുട്ടികൾ ഗ്രൂപ്പായിട്ട് പല കളികളിലേക്കും ഒറ്റയ്ക്ക് ഇരുന്ന് എന്തെങ്കിലും കളി കളിക്കും. അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോ രീതിയിൽ വരും. ഇതാണ് ഒബ്സർവേഷൻ. ഇവിടെയും നമുക്ക് കോസ്റ്റ് അങ്ങനെയില്ല. അവിടെ ആ ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ ഒബ്സർവേഷന് വേണ്ടിയിട്ട്. തേർഡ് വൺ ക്ലിനിക്കൽ കേസ് സ്റ്റഡി. കേസ് ആണ് കേട്ടോ. മുകളിൽ നമ്മൾ ABCD കെയർ എന്നാ കൊടുത്തിരിക്കുന്നത്, അതിനെ കേസ് ആക്കി നിങ്ങൾ മാറ്റണം. ക്ലിനിക്കൽ കേസ് സ്റ്റഡി മെത്തേഡ്, ഇതിനെ കേസ് ഹിസ്റ്ററി മെത്തേഡ് എന്ന് പറയും. അത് ആരാ റീഡ് ചെയ്യാം? Method. The clinical method is used for studying the behavior problems of maladjusted or abnormal individual. In this, the term case is used to denote an individual facing problems that could be solved only on the basis of detailed study. A child who is socially maladjusted or emotionally destroyed, experiencing difficulty in the school subject is a clinical case. A clinical study is an in-depth study of the case in all its details. Hence, clinical methods are also known as case study or case history method. Okay, so
ക്ലിനിക്കൽ കേസ് സ്റ്റഡി മെത്തേഡ് അല്ലെങ്കിൽ കേസ് ഹിസ്റ്ററി മെത്തേഡ് എന്ന് പറയുന്നുണ്ട്. നമ്മളുടെ മുന്നിൽ ഒരു കുട്ടിയുടെ ഒരു ഇഷ്യൂ വരുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്, കുട്ടിയുടെ പാരന്റ്സ് അല്ലെങ്കിൽ കുട്ടിയുടെ ഫാമിലി ഹിസ്റ്ററി ഒന്ന് നമ്മൾ നോക്കും. നമ്മളൊരു ഡോക്ടറെ കാണാനായിട്ട് ചെല്ലുന്നു, നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഡോക്ടർ നോക്കും ഹിസ്റ്ററി എന്താണുള്ളത്. നമ്മൾ ആ ഹോസ്പിറ്റലിൽ തന്നെയാണ് സ്ഥിരം കാണുന്നെങ്കിൽ ഡോക്ടർക്ക് ആ ഫയൽ അവിടെ ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കും ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ, അല്ലെ? അപ്പൊ അവര് ഹിസ്റ്ററിയിലേക്ക് നോക്കും, പ്രീവിയസ്ലി ഇത് റിലേറ്റഡ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത്. ഇത് തന്നെയാണ് ഇവിടെ. ഒരു കുട്ടിയുടെ ഒരു ഇഷ്യൂ കാണുമ്പോൾ നമ്മൾ കുട്ടിക്ക് നേരത്തെ പ്രോബ്ലം ഉണ്ടോ, പാരന്റ്സുമായിട്ട് നമ്മൾ ചിലപ്പോൾ ഡിസ്കസ് ചെയ്യും, അല്ലെങ്കിൽ കുട്ടിയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നമ്മൾ മനസ്സിലാക്കും. കുട്ടി എന്തുകൊണ്ടാണ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ കാണിക്കുന്നത്, അത് മനസ്സിലാക്കും. അതുകൊണ്ടാണ് ഇതിനെ കേസ് ഹിസ്റ്ററി മെത്തേഡ് എന്ന് പറയുന്നത്. ക്ലിനിക്കൽ മെത്തേഡ്സിനെ ബിഹേവിയർ പ്രോബ്ലംസ് ഓഫ് വാൽ അഡ്ജസ്റ്റഡ്, അതായത് നല്ല ഒരു അറ്റ്മോസ്ഫിയറിൽ വളരാത്ത കുട്ടികള്, അബ്നോർമൽ ആയിട്ടുള്ള ഇൻഡിവിജ്വൽ, ആ ഒരു അവരുടെ ബിഹേവിയർ പ്രോബ്ലംസ് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലിനിക്കൽ കേസ് സ്റ്റഡി മെത്തേഡ് യൂസ് ചെയ്യുന്നത്. കേസ് എന്ന് പറയുന്നത് ഇവിടെ കേസ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു കുട്ടി അല്ലെങ്കിൽ ആ ഒരു ഇൻഡിവിജ്വൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് നമ്മളെ സംബന്ധിച്ച് ഇവിടെ കേസ്. ആ കേസിനെയാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്, എന്നിട്ട് അതിനെ സോൾവ് ചെയ്യുന്നു നമ്മൾ. അതാണ് ചെയ്യുന്നത്. അപ്പൊ ഡീറ്റെയിൽഡ് സ്റ്റഡി ചെയ്യുമ്പോഴാണ് അതിനെ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ചിലപ്പോ ക്ലാസ്സിൽ വളരെ ആക്റ്റീവായ കുട്ടി ഒരു ദിവസം വരുമ്പോഴേക്കും കുട്ടി ഭയങ്കര ഡള്ളായിരിക്കുന്നു, ഒന്നും ചെയ്യുന്നില്ല, എന്ത് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, സംതിങ് ഹാപ്പൻഡ് എന്ന് നമുക്ക് മനസ്സിലാവും. നമ്മളത് പുറകിലേക്ക് പോയിട്ട് അതിനെ സ്റ്റഡി ചെയ്യും. കുട്ടി എങ്ങനെ ബിഹേവ് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് സ്റ്റഡി ചെയ്ത് അതിനെ സോർട്ട് ഔട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. വീട്ടിലെ ഇഷ്യൂസ് കൊണ്ടാണോ, സൊസൈറ്റി അത് വല്ല റിലേറ്റീവ്സിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, അങ്ങനെ എന്ത് തന്നെയായാലും അതിനെ മനസ്സിലാക്കിയിട്ട് ആ ഒരു ഡിഫിക്കൽട്ടി കുട്ടി എന്താണോ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ആ ഡിഫിക്കൽട്ടി മനസ്സിലാക്കി അതിനെ സോർട്ട് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ക്ലിനിക്കൽ കേസ് സ്റ്റഡി മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ഇൻഡെപ്ത് സ്റ്റഡിയാണ്, എല്ലാ ഡീറ്റെയിൽസും മനസ്സിലാക്കി അതിന്റെ ഒരു ഇൻഡെപ്ത് സ്റ്റഡിയാണ്. ഈവൻ കുട്ടിയുമായിട്ട് കണക്ട് ചെയ്യുന്ന ആളുകള്, കുട്ടി ദിവസം പോകുന്ന സ്ഥലങ്ങൾ, അതിനെ എല്ലാം നോക്കി മനസ്സിലാക്കിയ ഒരു ഇൻഡെപ്ത് സ്റ്റഡിയാണ് ക്ലിനിക്കൽ കേസ് സ്റ്റഡി മെത്തേഡിൽ നടക്കുന്നത്. അതുകൊണ്ടാണ് ക്ലിനിക്കൽ കേസ് സ്റ്റഡി മെത്തേഡിനെ ഹിസ്റ്ററി മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് എല്ലാ മെത്തേഡ്സിലും ഇപ്പൊ നമ്മൾ അടുത്തത് പറയുന്നുണ്ട്, എക്സ്പെരിമെന്റൽ ഓർ സയന്റിഫിക് മെത്തേഡ്, സർവേ മെത്തേഡ് ഒക്കെ നമുക്ക് വരുന്നുണ്ട്. ഈ എല്ലാ മെത്തേഡ് വരുമ്പോഴും നമ്മൾക്കൊരു അനാലിസിസ് മെത്തേഡ് നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് വലിയ എക്സ്പേർട്ട് ഒന്നും ആവുമൊന്നും വേണ്ട, കുട്ടികളുടെ പല കാര്യങ്ങളും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഏറെക്കുറെ സോട്ട് അനാലിസിസ് കേട്ടൊന്നും എനിക്കറിയില്ല. ഈ സോട്ട് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SWOT കേട്ടോ. ഇത് S എന്ന് പറയുന്നത് സ്ട്രെങ്ത്, W എന്ന് പറയുന്നത് വീക്ക്നെസ്, O എന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റീസ്, T എന്ന് പറയുന്നത് ത്രെഡ്സ് അല്ലെങ്കിൽ ചലഞ്ചസ്, വെല്ലുവിളികൾ എന്നൊക്കെ നമ്മൾ റിലേഷനുകൾ, വെല്ലുവിളികൾ. സോട്ട് അനാലിസിസ് ചെയ്ത് നമുക്ക് ഏതൊരു കുട്ടിയുടെ പ്രോബ്ലംസ് കുറെയൊക്കെ അനലൈസ് ചെയ്യാനും മനസ്സിലാക്കാനും സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അപ്പൊ എങ്ങനെയാണ് സോട്ട് അനാലിസിസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമുക്കിപ്പോ ഒരു കുട്ടി, ഇങ്ങനെ ഒരു പ്രശ്നമുള്ള ഒരു കുട്ടിയെ നമുക്ക് ഇഷ്യൂ ഒന്ന് നമുക്ക് സോർട്ട് ഔട്ട് ചെയ്ത് സോൾവ് ചെയ്യണം. നമ്മൾ ആദ്യം ഈ കുട്ടിയുടെ സ്ട്രെങ്ത് എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കും, കുട്ടിയുടെ വീക്ക്നെസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കും. SWI ഓപ്പർച്യൂണിറ്റീസ്, കുട്ടിക്ക് മുന്നോട്ട് നല്ല രീതിയിൽ പോകാൻ എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ചിലപ്പോൾ ഉപയോഗിക്കാതെ കിടക്കുന്ന എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ അത് എടുക്കണമെന്നും. പിന്നെ ത്രെഡ്സ്, കുട്ടി ഇങ്ങനെ ആകാൻ, ഇങ്ങനൊരു ബിഹേവിയർ ഇഷ്യൂ കാണിക്കാനുണ്ടായ കാരണങ്ങൾ മനസ്സിലാക്കാം. ത്രെഡ്സ് അല്ലെങ്കിൽ ചലഞ്ചസ്, വെല്ലുവിളികൾ, അല്ലെ? അതാണ് സോട്ട് അനാലിസിസ്. നല്ല പോലെ വരയ്ക്കുന്ന ഒരു കുട്ടിയാണ്, പക്ഷെ അവന് എഴുതാൻ പറ്റുന്നില്ല. ദാറ്റ് മീൻസ് അവന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഡ്രോയിങ് ആയിരിക്കും, അവന്റെ വീക്ക്നെസ് എന്ന് പറയുന്നത് അവന്റെ ആ ഒരു എഴുതാൻ പറ്റുന്നില്ല. ദാറ്റ് ഇസ് ഹിസ് വീക്ക്നെസ്. അപ്പൊ നമ്മൾക്ക് സോൾവ് ചെയ്യേണ്ടത് എന്താ? വീക്ക്നെസ്സിനെ എങ്ങനെയെങ്കിലും ഓവർകം ചെയ്യണം, അവനിലുള്ള സ്ട്രെങ്ത്തിനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യണം. ചിലപ്പോൾ ആ സ്ട്രെങ്ത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇവനെ റൈറ്റിംഗിലേക്ക് കൊണ്ടുവരാം. ഡ്രോ ചെയ്യുന്ന ഒരു കുട്ടിയെ ഈസിലി നമുക്ക് റൈറ്റിംഗ് ഓക്കെ ആക്കാനായിട്ട് പറ്റും. അങ്ങനെ അപ്പൊ അതിനുവേണ്ടി അവൻ എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസ്, എന്തെല്ലാം കാര്യങ്ങൾ ഒരുക്കാം, അത് നമുക്ക് നോക്കാം. പിന്നെ ആ റീഡിങ്ങിൽ അവന് വല്ല ചലഞ്ചസ്, എന്തെങ്കിലും ഒരു ത്രെഡ്സ് ഉണ്ടോ, അതും കൂടെ മനസ്സിലാക്കി ഓവർകം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ സോട്ട് അനാലിസിസ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത്. ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാട്ടോ സോട്ട് അനാലിസിസ്.
നെക്സ്റ്റ് എക്സ്പെരിമെന്റൽ ഓർ സയന്റിഫിക് മെത്തേഡ്. ഇത് എന്താന്നുള്ളത് ആരെങ്കിലും വായിക്കാമോ? Experimental or scientific method. Experimental method is the most science and objective method for studying behavior. Hence, investigator attempt to study the cases and effective relationship concerning human behavior by doing experiments that are objective observation under firmly controlled condition. The main factor in this method, the controlling method is controlling conditions on variables. There are three types of variables: independent variables, depending variables, and intervening or controlled variables. Indicates for the cases are and depend variable for the effect of that case. The other factors that influence case and effect relationships are called intervening variables. സോ എക്സ്പെരിമെന്റൽ ഓർ സയന്റിഫിക് മെത്തേഡ്, ഇതാണ് മോസ്റ്റ് സയന്റിഫിക് ആയിട്ട്. സയന്റിഫിക് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റിയൽ ഫാക്ട് റിലേറ്റഡ്, ഫാക്ട് ഓറിയന്റഡ് ഒരു മെത്തേഡാണ്. എക്സ്പെരിമെന്റ് മെത്തേഡ് ആണ് മോസ്റ്റ് സയന്റിഫിക് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് മെത്തേഡായിട്ട് ഒരാളുടെ ബിഹേവിയർ സ്റ്റഡി ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മോസ്റ്റ് എഫക്റ്റീവ് അല്ലെങ്കിൽ എക്സ്പെരിമെന്റൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ ചിലപ്പോൾ ഇത്തിരി കോസ്റ്റ് ഉണ്ടാകും. ഇവിടെ ഇത് ചെയ്യുന്ന ആള് ഇപ്പൊ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതിന്റെ കാരണം കണ്ടുപിടിക്കും. എന്താണ് കോസ്, അതുകൊണ്ടുണ്ടായ എഫക്റ്റ്, ബുദ്ധിമുട്ട് എന്താണ്, പ്രശ്നം എന്താണ്, ഇതെല്ലാമാണ് ഈ ഇൻവെസ്റ്റിഗേറ്റർ അല്ലെങ്കിൽ ഇത് അനലൈസ് ചെയ്യുന്ന ആള് ചെയ്യുന്ന കാര്യം. ചെറിയ ചെറിയ എക്സ്പെരിമെന്റ്സ് ചെയ്യും. ഇപ്പം ഒരു കുട്ടി ക്ലാസ്സിൽ വളരെ ഡള്ളായിരിക്കുന്നു, വളരെ ആക്റ്റീവായിരുന്ന കുട്ടിയാണ്. ഒരു ദിവസം തുടങ്ങി കുട്ടി ആരോടും മിണ്ടുന്നില്ല, വളരെ ഡള്ളായിരിക്കും. കാരണം കണ്ടെത്തിയപ്പോൾ അറിയാൻ കഴിഞ്ഞത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണെന്ന് വിചാരിക്കുക. കുട്ടിയുടെ കഴിഞ്ഞ ദിവസം കുട്ടിയുടെ അമ്മ മരിച്ചുപോയി, അമ്മയെ നഷ്ടപ്പെട്ടു. അതാണ് കുട്ടി അത്രയും ഡള്ളായി ഡൗൺ ആയിട്ട് വന്നിരിക്കുന്നത്. സോ കോസ് ഇസ് ദാറ്റ്. അതിന്റെ എഫക്റ്റ് അവന്റെ നോർമൽ ആക്ടിവിറ്റീസിനെ ബാധിച്ചു, അല്ലെ? അവൻ നല്ലപോലെ ക്ലാസ്സിൽ ആക്റ്റീവായിട്ടിരുന്ന കുട്ടി ആക്റ്റീവ് അല്ലാതായി, വർക്കുകൾ ചെയ്യാതായി, ഹാപ്പിയായി വരുന്ന ക്ലാസ്സിൽ നല്ല രീതിയിൽ ഡ്രസ്സൊന്നും ചെയ്തു വരുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല. ഇതെല്ലാമാണ് എഫക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി ഇതില് നമ്മൾ പല വേരിയബിൾസ് നമ്മൾ കൺസിഡർ ചെയ്യും. ഡിപ്പെൻഡന്റ് വേരിയബിൾ, ഇൻഡിപെൻഡന്റ് വേരിയബിൾ, അതുപോലെ ഇന്റർവീനിങ് വേരിയബിൾ. ഇന്റർവീനിങ് അല്ലെങ്കിൽ കൺട്രോൾഡ് വേരിയബിൾ. ഇനി അപ്പൊ ഈ എന്താ പറയാ, ഈ ഇന്റർവീനിങ് വേരിയബിൾ അത് ഈ കോസുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫക്റ്റ്, ആ ഒരു കോസിന്റെ എഫക്റ്റ്. ഇപ്പൊ ഒരു കുട്ടി ക്ലാസ്സിൽ ഒരു സീറ്റിലാണ് ഇരിക്കുന്നത്, ആ സീറ്റ് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അവന് ഭയങ്കര വിഷമാവും. ദാറ്റ് മീൻസ് ദാറ്റ് ഇസ് ഡിപ്പെൻഡന്റ് വേരിയബിൾ, അല്ലെ? ആ ഒരു പൊസിഷൻ ചേഞ്ച് ചെയ്താൽ കുട്ടിക്ക് ഭയങ്കര വിഷമാവും, അവൻ അവിടെ നിന്ന് വേറൊരു പൊസിഷനിലേക്ക് ഇരിക്കാൻ ഇഷ്ടമല്ല. അതേസമയം എവിടെ ഏത് സ്ഥലത്ത് കൊണ്ടുപോയി ഇരുത്തിയാലും അവനെ അത് ബാധിക്കുന്നില്ലെങ്കിൽ ദാറ്റ് ഇസ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. പൊസിഷൻ ചേഞ്ചിങ് അവനെ ബാധിക്കുന്നില്ല. സോ ഇതാണ് ഇൻഡിപെൻഡന്റ് വേരിയബിളും ഡിപ്പെൻഡന്റ് വേരിയബിളും ഇന്റർവീനിങ് വേരിയബിളും. ഈ കോസ് കാരണം ഉണ്ടാകുന്ന പല കാര്യങ്ങളും, എഫക്റ്റും കാര്യങ്ങളും. അപ്പൊ അങ്ങനെ വരുമ്പോൾ കുട്ടിക്ക് പലരോടുള്ള റിലേഷൻഷിപ്പിലും പല കാര്യങ്ങളോടുള്ള കണക്ഷനും എല്ലാം മാറ്റം വരും. അപ്പൊ അതാണ് ഈ ഇന്റർവീനിങ് വേരിയബിൾസ് വരുന്നത്. അപ്പൊ നമ്മൾക്ക് ഒരു വേരിയബിളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഇപ്പൊ കുട്ടിയോടുള്ള അപ്രോച്ച് വളരെ കെയർ ആയിട്ടും നല്ല ലവിങ് ആയിട്ടൊക്കെ പെരുമാറുമ്പോൾ കുട്ടിക്ക് കുറെയൊക്കെ ഇങ്ങനെ ആ ഒരു വിഷമം. ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു കുട്ടി ഭയങ്കര ഷാബി ആയിട്ടാണ് വീട്ടിൽ സ്കൂളിൽ വന്നുകൊണ്ടിരുന്നത്. അപ്പൊ പുതിയതായി വന്നൊരു ടീച്ചറായിരുന്നു. വാട്സാപ്പിലൊക്കെ എന്നെ നിറയെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ കുട്ടി ഇങ്ങനെ ഭയങ്കര ഷാബി ആയിട്ടൊക്കെ വരുന്ന ഒരു ടീച്ചർ വഴക്ക് പറഞ്ഞു കുട്ടിയെ, ഇങ്ങനെ വരുന്നതും ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കാതെയും അങ്ങനെ ഇങ്ങനെ വന്നു. പിന്നെയാണ് ടീച്ചർ പറഞ്ഞത് കുട്ടിയുടെ അമ്മ മരിച്ചുപോയി.
അപ്പൊ അതിനുശേഷമാണ് കുട്ടി ഇങ്ങനെ വരുന്നത് ക്ലാസ്സിൽ. അതിനുശേഷം ടീച്ചർ കുട്ടിയോട് ഭയങ്കര സ്നേഹത്തോടെയും ഭയങ്കര കെയറിങ്ങോടുകൂടിയും അവന്റെ പഠനകാര്യങ്ങൾ സഹായിച്ചൊക്കെ ആയിരിക്കും. അങ്ങനെ ഈ കുട്ടി ടീച്ചർക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടു കൊടുത്തത് അവന്റെ അമ്മ യൂസ് ചെയ്തിരുന്ന ഒരു പെർഫ്യൂം ആയിരുന്നു. പെർഫ്യൂം പകുതിയോളം ഉപയോഗിച്ചു കഴിഞ്ഞു, ഇതിന് ബാക്കി കുറച്ചുണ്ടായിരുന്നു. അതാണ് ടീച്ചർക്ക് കൊണ്ടു കൊടുക്കുന്നത്. കാരണം അവന്റെ അമ്മയുടെ ഒരു മണം എന്ന് പറയുന്നത് ആ ഒരു പെർഫ്യൂം ആയിരുന്നു. ടീച്ചർക്ക് അത് കൊടുത്തു, ടീച്ചർ അത് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോ അവന് ആ ഒരു അമ്മ എന്നുള്ളൊരു അഫെക്ഷൻ അങ്ങനെ വരുവാണ്. പിന്നെ കുട്ടി നല്ല പഠിച്ച് അങ്ങനെയൊക്കെ പോകുന്നു, നല്ല പൊസിഷനിൽ എത്തുന്നു. മാരേജിന് ടീച്ചറെ അമ്മ എന്നുള്ള സ്ഥാനത്ത് ടീച്ചറിനെ മാരേജിന് കൊണ്ടുവരുന്നു. അങ്ങനെ പറഞ്ഞിട്ടാണ് കഥ എന്ത് ചെയ്യുന്നത്. ഒരു കുട്ടികൾക്ക് ഇന്റർവീനിങ് വേരിയബിൾ ആയിട്ട്, അതായത് ആ ഒരു കോസിന്റെ ആ ഒരു വിഷമം വന്നു, അത് കാരണം കുറെ പ്രശ്നങ്ങൾ ഉണ്ടായി. അപ്പൊ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആ കോസിന്റെ എഫക്റ്റ് കുറയ്ക്കാനായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അതാണ് ഇന്റർവീനിങ് വേരിയബിൾ. അവന് ഇതിപ്പോ ഞാനൊരു അമ്മയെ നഷ്ടപ്പെട്ട കുട്ടിയുടെ കാര്യം പറഞ്ഞു. എഴുതാൻ ബുദ്ധിമുട്ട് വരുന്ന കുട്ടി, അപ്പൊ എഴുത്ത് എളുപ്പമാക്കാൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പല കാര്യങ്ങളും. ഇപ്പൊ നമുക്ക് സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് കൊടുത്തിട്ട് അവനെ ട്രേസ് ചെയ്യിക്കാം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഇന്റർവീനിങ് വേരിയബിൾ എന്ന് പറയുന്നത്. ഈ 3 വേരിയബിൾസ് ആണ് ഇതിനകത്ത് വരുന്നത്: ഡിപ്പെൻഡിങ് വേരിയബിൾ, ഇൻഡിപെൻഡന്റ് വേരിയബിൾ, ഇന്റർവീനിങ് വേരിയബിൾ. 3 വേരിയബിൾസുമായിട്ട് കണക്റ്റഡ് ആണ്. അങ്ങനെ പല എക്സ്പെരിമെന്റ്സ് ചെയ്തിട്ടാണ് ഈ ഒരു മെത്തേഡ് ചെയ്യുന്നത്. അപ്പൊ ഇതിന് ചിലപ്പോ നമുക്ക് പലപ്പോഴും കോസ്റ്റ് വേണ്ടിയിട്ടായിട്ട് വരും. ചിലപ്പോൾ പുറത്തുനിന്ന് ആളെ കൊണ്ടുവരേണ്ടി വരും. അപ്പൊ അവർക്ക് ഫണ്ട് ചെയ്യണം ഇങ്ങനത്തെ കാര്യങ്ങളും, പിന്നെ അവരെ ഡിമാൻഡ് ചെയ്യുന്ന പല മെറ്റീരിയൽസും അറേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. നെക്സ്റ്റ് വൺ, ഡിഫറൻഷ്യൽ ഓർ സർവേ മെത്തേഡ്. ഓൾറെഡി നമ്മളൊരു സർവേ ഒക്കെ ചെയ്ത് നമുക്കറിയാം എങ്ങനെയാണ് സർവേ ചെയ്യേണ്ടതെന്നൊക്കെ അറിയാം അല്ലെ. നിങ്ങൾ സർവേ ചെയ്താണല്ലോ അല്ലെ? ചെയ്തോ? ചെയ്തു മാം. പാരന്റ്സിന്റെ അടുത്ത് നിന്ന് ഡേറ്റ കളക്ട് ചെയ്യുന്ന ആ സർവേ അല്ലേ ചെയ്തേ? അപ്പൊ അതെന്താ, നമ്മളൊരു ക്വസ്റ്റ്യനെയറുമായിട്ട് പോയി, കുറെ ക്വസ്റ്റ്യൻസ് വരുന്ന ക്വസ്റ്റ്യനെയർ ആയിട്ട് പോയി. ഇനി അത് കൂടാതെ സർവേ നമുക്ക് അവരോട് ഇന്റർവ്യൂ ചെയ്യുന്ന പോലെ ചെയ്യാം അല്ലെ, അവർ പറയുന്നതായിട്ട് നോട്ട് ചെയ്യാം. ഇത് അല്ലാതെ സർവേ നമുക്ക് ഒബ്സർവ് ചെയ്യാം, അങ്ങനെയും ചെയ്യാം. ഓക്കെ, ഡിഫറൻഷ്യൽ ഓഫ് സർവേ മെത്തേഡ് ആരാ വായിക്കും? ഞാൻ വായിക്കാം. Differential or survey method. Differential methods are based upon individual differences. It is sometimes called statistical method for the reason that statistical techniques become the major device for studying individual differences. This method utilizes various techniques of controlling data like questionnaires, observation, interview, and use of statistics in analyzing the data. സോ ഡിഫറൻഷ്യൽ ഓർ സർവേ മെത്തേഡ് നമുക്ക് ക്വസ്റ്റ്യനെയർ പോലെ പ്രിപ്പയർ ചെയ്യാം, ഇന്റർവ്യൂ പോലെ ചെയ്യാം, ഒബ്സർവ് ചെയ്തിട്ട് നമുക്ക് സർവേ കണ്ടക്ട് ചെയ്യാം, അങ്ങനെയെല്ലാം ചെയ്യും. ഇവിടെ നമുക്ക് കാര്യമായ എക്സ്പെൻസുകളൊന്നും വരില്ല. ഇപ്പോ നമുക്ക് കുറച്ച് പേപ്പേഴ്സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുള്ളൂ. നമുക്കത് ആ ഒരു രീതിയിൽ മറ്റ് സയന്റിഫിക് മെത്തേഡൊക്കെ വെച്ച് നോക്കുമ്പോൾ കേസ് സ്റ്റഡി മെത്തേഡിൽ നമുക്ക് എക്സ്പെൻസ് കുറച്ചുകൂടി വരുമായിരിക്കും. പക്ഷെ സർവേ മെത്തേഡ് കുറച്ചു സിമ്പിൾ ആണ്, നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റും. അനലൈസ് ചെയ്ത് നമുക്ക് ടീം വർക്ക് ആയിട്ട് സർവേ മെത്തേഡ് ചെയ്യാം. അനാലിസിസ് ഒക്കെ നമുക്ക് ടീമായിട്ട് ആലോചിച്ച് ചെയ്ത് നമുക്ക് ഒരു റിപ്പോർട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് അതിന്റെ റിസൾട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഡിഫറൻഷ്യൽ മെത്തേഡ് അല്ലെങ്കിൽ സർവേ മെത്തേഡ് ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ ബേസ് ചെയ്തിട്ടാണിത്. അതാണ് ഡിഫറൻഷ്യൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിനെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് എന്ന് പറയും. കാരണം വെച്ചാൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഇതിന്റെ മോഡ് മീനൊക്കെ എടുത്തിട്ട്, അതായത് അല്ലാതെ ഒരാളുടെ മാത്രം വെച്ചിട്ടായിരിക്കില്ല, നമ്മൾ കുറെ ഗ്രൂപ്പിന്റെ ആയിരിക്കും ചെയ്യുന്നത്. പിന്നെ കാരണം ഇൻഡിവിജ്വൽ ഇത്രയും ആളുകളുടെ 20 കുട്ടികളുടെ കാര്യങ്ങൾ അങ്ങനെയുള്ള രീതിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഒക്കെ ചെയ്യും. ഈ മെത്തേഡ് പല ടെക്നിക്സ് യൂസ് ചെയ്യും, ലൈക്ക് ക്വസ്റ്റ്യനെയേഴ്സ്, ഒബ്സർവേഷൻ, ഇന്റർവ്യൂ, അങ്ങനെയുള്ള പലതും പറയും. യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ അനലൈസിങ് ദ ഡേറ്റ അനലൈസ്. ഇത് മാത്രമല്ല, നമുക്ക് എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ ടൂൾസും ടെക്നിക്സും എയ്ഡ്സും ഒക്കെ ആയിട്ടുള്ളത് നമുക്ക് കുറേ അധികം മെത്തേഡ്സ് ഉണ്ട്. മെയിൻ ആയിട്ടുള്ള 5 നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. പല കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഇതിനകത്ത് സോർട്ട് അനാലിസിസ് ഒന്ന് മനസ്സിലാക്കുക. ഈ എല്ലാത്തിലും തന്നെ ചിലപ്പോൾ സോർട്ട് അനാലിസിസ് യൂസ് ചെയ്യും കേട്ടോ, ഇതിന്റെ ഒരു സബ് ടൂളായിട്ട്. നമുക്കത് തന്നെ ചെയ്യാനായിട്ട് പറ്റണം. കുട്ടിയുടെ സ്ട്രെങ്ത് പോയിന്റ് മനസ്സിലാക്കുക, വീക്ക്നെസ് മനസ്സിലാക്കുക. നമ്മൾ സ്ട്രെങ്ത്തിനെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുക, എൻഹാൻസ് ചെയ്യുക, വീക്ക്നെസ് പോയിന്റിനെ ഓവർകം ചെയ്യാനായിട്ട് ഉള്ള ആക്ടിവിറ്റി തിരഞ്ഞെടുക്കുക. ഓക്കെ, അവന്റെ ഓപ്പർച്യൂണിറ്റീസ് മാക്സിമം കൂട്ടുക, അവന് വരുന്ന ത്രെഡ്സ് ഒഴിവാക്കുക.
ആ ഒരു രീതിയിലാണ് നമ്മൾ സോട്ട് അനാലിസിസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എഡ്യൂക്കേഷൻ സൈക്കോളജി ആ ചാപ്റ്റർ തീർന്നു. അപ്പൊ ഇപ്പൊ പാർട്ട് 1 and 2 കംപ്ലീറ്റ് ആയി അല്ലെ? ഇനിയിപ്പോ ടേം എക്സാമിന് റെഡിയാണ്. 23rd നിങ്ങളുടെ എക്സാം? അപ്പൊ സൈക്കോളജി, എഡ്യൂക്കേഷണൽ സൈക്കോളജി നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ടേക്കാം കേട്ടോ. നാളേക്കായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ റെഡിയാ. ഇനി എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട്സ്? പുതിയ ടോപ്പിക് അടുത്ത ക്ലാസ്സിൽ എടുത്താൽ മതിയല്ലോ. 5 minutes കൂടിയല്ലേ ഉള്ളൂ. നമ്മൾ പാർട്ട് 3 ആയിരിക്കും. മാം കഴിഞ്ഞ ദിവസം അസൈൻമെന്റിന്റെ ഇട്ടിട്ടില്ലേ, അതില് ബുക്ക് റീഡ് ചെയ്തിട്ട് എഴുതാനൊക്കെ ഉള്ളതേ നമ്മൾ ഇംഗ്ലീഷ് ബുക്സ് ആണോ, അങ്ങനെ ഉണ്ടോ? നമ്മൾ എഴുതേണ്ടത് എന്തായാലും ഇംഗ്ലീഷ് തന്നെയാണ്. മലയാളത്തിലാണ് ബുക്ക് കിട്ടുന്നതെങ്കിൽ കുഴപ്പമൊന്നുമില്ല. മലയാളത്തിൽ അത് മനസ്സിലാക്കിയിട്ട് അതിന് ഇംഗ്ലീഷിലൊക്കെ എഴുതണമെന്നേ ഉള്ളൂ. സ്കൂൾ ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ്. അതിപ്പോ ഓർഡർ അനുസരിച്ച് കാണുമെന്നില്ലല്ലോ. 10 കൂടെ ഒറ്റ ബുക്കിൽ നിങ്ങൾ എഴുതുവാണെങ്കിൽ നന്നായി. അസൈൻമെന്റ് ബുക്കിൽ എഴുതിയ പോരെ? അസൈൻമെന്റ് ബുക്കിൽ 10 കൂടെ പറ്റുമോ? സ്ഥലമുണ്ടോ? സ്ഥലമുണ്ട് മാം. അങ്ങനെ ആകുമ്പോ ഒരു ബുക്ക് മാർക്ക് വെക്കണം കേട്ടോ ഈ അസൈൻമെന്റ് തുടങ്ങുന്നതിന് മുമ്പ്. കാരണം ഇത് ഒറ്റ ടോപ്പിക്കാ. സ്കൂൾ ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റോ അങ്ങനെ ഇത് പറഞ്ഞിട്ട് ഒറ്റ ടോപ്പിക്കാണ്. അപ്പൊ അങ്ങനത്തെ ബുക്ക് മാർക്ക് വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ. അല്ലാതെ ഇതിലെ 2 ക്വസ്റ്റ്യൻ എഴുതി കഴിയുമ്പോൾ വേറൊരു അസൈൻമെന്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്യാനുണ്ടല്ലോ എന്ന് പറഞ്ഞ് അത് അതിന്റെ ഇടയിൽ എഴുതി വെക്കരുതേ ഉള്ളൂ. ഒരുമിച്ച് ആ 10 എഴുതണം. Anything else? മാം ഒക്ടോബറിലല്ലേ വൈവ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഒക്ടോബറിലാണോ? നിങ്ങളുടെ പ്രാക്ടിക്കൽ സെഷൻ തുടങ്ങിയില്ലല്ലോ. കാരണം MT10 ഒക്ടോബർ 4 അപ്പൊ നിങ്ങൾക്കൊന്നുമില്ലെങ്കിൽ ഒക്ടോബർ ലാസ്റ്റോ സെപ്റ്റംബറോ ആയിരിക്കും, നവംബറിലോ ആയിരിക്കും പ്രാക്ടിക്കൽ സെഷൻ. അപ്പൊ തന്നെയല്ല മറ്റേ റെക്കോർഡ്സ് ഒക്കെ കൊണ്ടുവരേണ്ടത് അപ്പോഴല്ലേ? സബ്മിറ്റ് ചെയ്യേണ്ടത് അപ്പോൾ? പ്രാക്ടിക്കൽ സെഷൻ നേരിട്ട് വരുമ്പോ വൈവ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ വൈവ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ആയാൽ, അസൈൻമെന്റ്, സർവേ, പിന്നെ റെക്കോർഡുകള്, പിന്നെ നമ്മൾ ഓരോ മെറ്റീരിയൽസ് ഉണ്ടാക്കിയിട്ടില്ലേ, അത് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് വൈവ അറ്റൻഡ് ചെയ്യണം. കാരണം വെച്ചാൽ മാർക്ക് അതിന് ഓരോന്നിനും ഉണ്ട്. ഇനി അതല്ല ഞാനങ്ങ് വൈവ അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്തു വെച്ച വർക്കിനനുസരിച്ച് മാർക്ക് കിട്ടുള്ളൂ. പിന്നെ എപ്പോഴത്തന്നെയാണെങ്കിലും നിങ്ങളുടെ പ്രാക്ടിക്കൽ സെഷൻ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ട് ഓഫീസിൽ വെച്ച് നടന്നതിന് ശേഷമാണ് വൈവ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ചില കുട്ടികൾ വൈവയ്ക്ക് വരുന്ന അന്ന്, പ്രാക്ടിക്കലിന് വരുന്ന അന്ന് വൈവ ചെയ്യാറുണ്ട്. അവരിതൊക്കെ കംപ്ലീറ്റ് ആണെങ്കിൽ. പിന്നെ അന്ന് പ്രാക്ടിക്കലിന് വരുമ്പോൾ നിങ്ങൾ ചെയ്ത വർക്കുകൾ, അതായത് അസൈൻമെന്റും റെക്കോർഡും കയ്യിൽ ക്യാരി ചെയ്യാൻ പറ്റുന്ന മാത്രം കേട്ടോ. ചെയ്ത മെറ്റീരിയൽസ് ഒന്നും കൊണ്ടുവരണ്ട. അസൈൻമെന്റ്, റെക്കോർഡ്, സർവേ കൊണ്ടുവന്ന് അവർ സൈലൻസ് സീലും വാങ്ങിച്ചിട്ട് പോവാറുണ്ട്. ചാർട്ട്സും കൊണ്ടുവരണം. ചാർട്ടൊന്നും കൊണ്ടുവരണ്ട. ചെയ്ത ആക്ടിവിറ്റീസ് ഒന്നും കൊണ്ടുവരണ്ട. അസൈൻമെന്റ് ബുക്കിലോ പേപ്പറിലോ ചെയ്തതോ അല്ലെങ്കിൽ ഫയലിൽ ചെയ്തതോ റെക്കോർഡും മാത്രം കൊണ്ടുവന്നാൽ മതി. സർവേയിലും മറ്റേ ക്യാരി ചെയ്യാൻ പറ്റാത്ത ഒന്നും എടുത്തിട്ട് വരരുത്. വൈവ ടൈമില് നമ്മൾ ഇത് വാല്യൂ ചെയ്യും. അതിപ്പം ഓൺലൈനായിട്ട് വൈവ ചെയ്യുമ്പോൾ കുട്ടികൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ റൂമിലെല്ലാം ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ടേബിളിലോ ബെഡിലോ ഹാങ് ചെയ്തിടുന്നത് ഹാങ് ചെയ്തിട്ടൊക്കെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഒരു വീഡിയോ കാണിച്ചു തരും. എന്തെങ്കിലും ഉണ്ടോ? ഈ ടേം എക്സാം കഴിഞ്ഞിട്ടല്ലേ PTയുടെ ക്ലാസ് തുടങ്ങും? ഇപ്പൊ അതായിരിക്കും. 23 എന്ന് പറയുമ്പോ എന്തായിരിക്കും? 19, 20 അല്ലേ? അത് കഴിഞ്ഞിട്ട് ഇനി വരുള്ളൂ എന്തായാലും. ക്ലാസ്സിലും നമ്മുടെ ഇതുപോലെ തന്നെ ക്ലാസ് റൂമിൽ തന്നെയല്ലേ വരുന്നത്? ഈ ടൈം തന്നെ ആയിരിക്കും അല്ലെങ്കിൽ ഇതിന്റെ കൂടെ വേറെ ഫോം ചെയ്യും ടൈം? കാരണം ഈ ടൈം ഇതിന്റെ പാരലായിട്ട് ആണല്ലോ PG പോകുന്നത്. വേറെ ടൈമാണ്. കാരണം ഡിപ്ലോമ ക്ലാസ് നടക്കും,
PG നടക്കണമല്ലോ, അപ്പൊ പാരലായിട്ട് പോകും, വേറെ ടൈമിലായിരിക്കും. നിങ്ങളിപ്പം 12:30 അല്ലേ, അപ്പം 12:30 to 1:30 ആണ്. അപ്പം അതിനനുസരിച്ച് ടൈം മാറ്റി ആയിരിക്കും PGയുടെ സെഷൻസ്. കാരണം 9, 10, 11 ഒരുമിച്ചാന്ന് തോന്നുന്നു PG. ഓക്കെ, സംശയങ്ങളൊന്നുമില്ലല്ലോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പാർട്ട് 3 സ്റ്റാർട്ട് ചെയ്യും. പാർട്ട് 3 യൂണിറ്റ് 3, യൂണിറ്റ് 4, യൂണിറ്റ് 7, യൂണിറ്റ് 10 ഈ 4 ചാപ്റ്റേഴ്സ് ആയിരിക്കും ഞാൻ എടുക്കുന്നത്. പാർട്ട് 3 തുടങ്ങുമ്പോൾ തന്നെ അതിന്റെ ഒപ്പം നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് പ്രാക്ടിക്കൽ സെഷൻ സ്റ്റാർട്ട് ചെയ്യും. പാർട്ട് 3 ഞാൻ യൂണിറ്റ് 3 എടുത്ത് കഴിയാറാവുമ്പോൾ ടീച്ചേഴ്സ് ഡെമോ ക്ലാസ് തരും ഓൺലൈനായിട്ട് പ്രാക്ടിക്കലിന്. ഡെമോ ക്ലാസ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഇവിടുന്ന് ഇൻഫർമേഷൻ വരും എന്നാണ് പ്രാക്ടിക്കൽ നേരിട്ട് വന്ന് ചെയ്യാൻ പറ്റുന്ന എന്നാന്നുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടും. ഓക്കെ, വരാൻ പറ്റാത്തവരുണ്ടാവും, ദൂരേക്കുള്ളവര്, അവരെ ഹെൽപ്പ് ചെയ്യേണ്ടത് വരുന്നവരാണ്. നല്ല പോലെ ക്ലിയർ ആയിട്ട് വീഡിയോ എടുത്ത് അവർക്ക് ഷെയർ ചെയ്യണം. ഓക്കെ, ഫൈൻ, ഒന്നുമില്ലല്ലോ. ഓക്കെ, വൈൻഡ് ചെയ്യാം. ഓക്കെ മാം. ഇന്ന് സ്കോപ്പ് ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി, അതുപോലെ എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ മെത്തേഡൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൽ തന്നെ ക്ലിനിക്കൽ കേസും എക്സ്പെരിമെൻ്റൽ മെത്തേഡും മാം പറഞ്ഞു തന്നു. പിന്നെ സർവേ മെത്തേഡ് എങ്ങനെയാണെന്നുള്ള കാര്യം മാം നന്നായിട്ടെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സൈക്കോളജി ആയതുകൊണ്ട് കുറച്ച് ടഫാണ്. മാമിൻ്റെ മൈക്കും മ്യൂട്ടാണ്. സൈക്കോളജിയിൽ ആദ്യമായിട്ട് പഠിക്കാൻ വരുന്ന കുഞ്ഞുങ്ങളും ഭയങ്കര ഹൈ ലെവലില് ബുദ്ധിയുള്ള സൈക്കോളജിയുടെ വലിയ അറിവുള്ള ആൾക്കാരും യൂസ് ചെയ്യുന്ന വളരെ സിമ്പിൾ മെത്തേഡ് സോട്ട് അനാലിസിസ് ആർക്കും ഉപയോഗിക്കാം. അത് നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. വേറെ സൈക്കോളജിയിൽ അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. താങ്ക് യു മാം. താങ്ക് യു ഫോർ യുവർ ക്ലാസ്. താങ്ക് യു മാം. Thank you. Thank you, ma'am. Bye. താങ്ക് യു മാം.